വിശ്വസിക്കുന്നല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിമതിക്കുവാൻ ക്രിസ്തുവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. നമ്മുടെ പ്രയറിലുള്ള ആരെങ്കിലും ഒന്നും കൂടെ നമ്മുടെ പ്രയറിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്താട്ടെ. എല്ലാ ദിവസവും അങ്ങനെ ചെയ്താട്ടെ. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ പരിപാലിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വലിയ മഹത്വം ദൈവം നമുക്ക് നടുവിൽ ചെയ്യുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യോത്തരങ്ങൾ വളരെ അനുഗ്രഹമായി കർത്താവിൻ്റെ കൃപയാൽ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും ശക്തീകരിച്ചു. ഇന്നും കർത്താവ് ശക്തീകരിക്കും. ഇന്നും ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഇത് കർത്താവിൻ്റെ സമയമാണല്ലോ. ദൈവത്താൽ ആക്കി വെച്ച ദൈവത്തിൻ്റെ പ്ലാനുകളാണല്ലോ. ആ പ്ലാനുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷിയാക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്രിസ്തുവിൽ നമ്മൾ വരുമ്പോൾ പല തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ നീക്കി ക്രിസ്തുവേശുവിൻ്റെ സാക്ഷികളായി നമ്മൾ തീരണം. അതിന് നമ്മൾക്ക് ജീവിതത്തിൻ്റെ അകത്ത് തെറ്റായ ദുരുപദേശങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. വേഗത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തെ കേൾക്കാം. കർത്താവിൻ്റെ വചനത്തിലും ദൈവിക ആലോചനയിലും പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തികളിലേക്കും നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ആമേൻ. തുടർമാനമായി നമ്മൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷമാണ്. എല്ലാ സുവിശേഷവും പ്രാധാന്യമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയോ തെറ്റോ? കൂടെ വായിക്കുന്നുണ്ടോ? കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നല്ലോ. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോകാം. ഇന്ന് വൈകിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമയം 1 മണിക്ക് അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓൾ നൈറ്റ് പ്രയർ പോലെ ക്രമീകരിക്കാനാണ്. ഓൺലൈൻ സൂം പ്രയറിലാണ് ആഗ്രഹിക്കുന്നവർ ഓൾ നൈറ്റ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവ് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമുക്ക് ക്ഷീണങ്ങളെ മാറ്റട്ടെ. ആഗ്രഹിക്കുന്നവർ നേരത്തെ ഒരാഴ്ച മുമ്പ് ഞാനിത് പറഞ്ഞതാണ്. ഇന്നാണ് ലിങ്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കുചേരുക. എനിക്കറിയാം പിറ്റേ ദിവസം ജോലിയുള്ളവരുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. മുന്നോട്ട് നമുക്ക് സമയങ്ങളെ കർത്താവ് ക്രമീകരിക്കും. അപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആത്മീയമായ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ക്രിസ്തുവേശുവിൽ പ്രയോജനപ്പെടുവാൻ വളരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളതിൽ പങ്കുചേരുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈം ആഗ്രഹം ഓൾ നൈറ്റാണ്. എങ്കിലും ദൈവാത്മാവ് എങ്ങനെയാണോ, നിങ്ങൾക്ക് ക്ഷീണമുള്ളവർക്ക് കുഴപ്പമില്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നവരെ ഇരിക്കുക. നിർബന്ധമൊന്നുമില്ല. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം സഹായിക്കുമില്ല. ഇനി ബ്രദറെ എനിക്ക് ഭയങ്കര ബിസിയാണ്, കുഴപ്പമൊന്നുമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നെയും കൂടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സാക്ഷിവാക്കും. ഞാൻ വേഗത്തിൽ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രയറിൻ്റെ ലിങ്ക് അവിടെ കമൻറ്റിലോ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് പ്രയറിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചോദ്യോത്തര വേളയിൽ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ടൊരു വ്യക്തിയെയോ ചർച്ചിനെയോ ഒന്നിനും നമ്മൾ വിമർശിക്കാൻ പാടില്ല.
തെറ്റിദ്ധാരണകൾ ചിലർക്കത് എന്താ പറയുന്നത്, വചനം എന്ന അടിസ്ഥാനത്തിൻ്റെ അകത്ത് വേണം നമ്മൾ നിൽക്കാൻ. സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി. നമുക്ക് വചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. വരും ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് ഇതേപോലെ കർത്താവിൻ്റെ നാമത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകാം. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം, നമ്മൾ 8 അധ്യായം വരെ കഴിഞ്ഞു. 9-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് കർത്താവ് അധികാരത്തെ കൈമാറുന്ന ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അധികാരങ്ങളെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം കേട്ട് നിങ്ങൾ തഴമ്പിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സുവിശേഷം കേട്ടവരോ ബൈബിൾ വായിക്കുന്നവരായിരിക്കാം. എപ്പോഴും ഓർക്കണം, എന്തുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല, അത് പ്രവൃത്തി തലത്തിലേക്ക് വരുന്നില്ല. ചിന്തിക്കണേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അത് നിങ്ങൾ ആദ്യം വ്യക്തിപരമായിട്ട് എപ്പോഴും നിങ്ങളുടെ അകത്തൊരു ചോദ്യം ഉണ്ടായിരിക്കണം. ഇവിടെ വചനം പറയുന്നു, യേശുക്രിസ്തു പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അവരെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. 2 രീതിയിലാണ് അധികാരത്തെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 10:19 പറയുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ നമുക്ക് പരിചിതമായ വാക്യമാണ്, കാണാപ്പാടം നമുക്കറിയാവുന്ന വാക്യമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. നോക്കിക്കേ, അതേ വചനം തന്നെ, അതേ വാക്കുകൾ തന്നെയാണ്, അതിൻ്റെ അതേ ഫോമിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. ഐ ഹാവ് ഗീവ് യു അതോറിറ്റി ടു ട്രാംപ്ലിംഗ് ഓൺ സ്നേക്സ്. ചവിട്ടി മതിക്കാൻ, ട്രാംപിൾ ചെയ്യുവാൻ നമുക്ക് അധികാരമുണ്ട്. ഇപ്പം ലൂക്കോസ് 9 നിൽക്കുന്നുണ്ട്, 10ലേക്ക് നമ്മൾ വരും. ഇവിടെ പറയുന്നു പന്തിരുവരെ അടുത്ത് വിളിച്ചു. നിങ്ങൾ ഈ പന്തിരുവരെന്നുള്ള സ്ഥാനത്ത് ലൂക്കോസ് 10-ആയിട്ട് കണക്ട് ചെയ്യണ എല്ലാവർക്കും യേശു അധികാരം കൊടുത്തു. സകല ഭൂതങ്ങളുടെ മേലും യേശുക്രിസ്തു അധികാരം കൊടുത്തു. നോക്കിക്കേ, ഭൂതങ്ങളുടെ മേൽ യേശുക്രിസ്തു അധികാരം കൊടുത്തു. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, പിശാചുക്കളുടെ മേൽ നിങ്ങൾക്ക് അധികാരം ഉണ്ട്. നിങ്ങൾ ആ വാക്കുകൊണ്ടോ ലൂക്കോസിൽ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19 പറയുന്ന വാക്കാണ്, ഐ ഹാവ് ഗീവ് യു അതോറിറ്റി, അധികാരം, ടു ട്രാമ്പിൾ, അതിനെ ചവിട്ടി മെതിക്കുവാൻ, അതിനെ കീഴ്പ്പെടുത്തുവാൻ അധികാരമുണ്ട്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, പിശാചും നിങ്ങളും തുല്യ ശക്തി അല്ല എന്ന് പറ. പിശാചും ഇനി നമ്മളുമായിട്ടുള്ളൊരു വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. പിശാചും നിങ്ങളും തമ്മിൽ, പിശാചിനെ ഉയർത്തുമല്ല, പിശാചും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. അവൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മടിയില്ലാത്തൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് നമുക്ക് 24 മണിക്കൂറും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആകുല ചിന്തകളും മറ്റ് ചോദ്യങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അവൻ മടിയനല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ആത്മീയമായി, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ല, നിങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ അധികാരം എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. സകല ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഒരു വിശ്വാസി ആദ്യം തിരിച്ചറിയണമേ, നിങ്ങളും പിശാചും തുല്യ ശക്തിയല്ല, നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. യു ആർ ദ സ്ട്രോങ് പേഴ്സൺ. നിങ്ങൾ പിശാചിനേക്കാൾ ശക്തനായ ഒരു വ്യക്തിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ അധികാരമുണ്ട്. സ്വർഗത്തിലെ അധികാരം നിങ്ങളുടെ മേലുണ്ട്. അത് യേശു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയാണ്, ഭൂതങ്ങളുടെ മേലും. അപ്പം അതുവരെ അവർക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമില്ല. അടുത്ത വാക്യത്തിൽ പറയുന്ന വ്യാധികളെ സൗഖ്യമാക്കുവാൻ. നോക്കിക്കേ, വ്യാധികളെ സൗഖ്യമാക്കുവാൻ ഉള്ള അധികാരം, ടു ക്യൂർ ഡിസീസസ്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ വ്യക്തമായി നോക്കേണ്ട, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു ക്രിസ്തു ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്താ അങ്ങനെ പറയാത്തെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയത്തില്ല ഡോക്ടർ എടുക്കപ്പോൾ ഡോക്ടറെ വല്ലതും അറിയാവോ എന്ന് നമ്മൾ ചോദിക്കുമോ? ഇല്ലല്ലോ. നാം ഡോക്ടറുടെ അടുത്ത് പോയി വിശ്വാസത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം, ഡോക്ടർ തരുന്ന മരുന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ കാരണം ഡോക്ടർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടറുടെ അകത്തൊരു അറിവുണ്ട്, ആ അറിവിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ അകത്തൊരു അധികാരമുണ്ട്. ഈ അധികാരത്തിൻ്റെ പ്രത്യേകത, ഭൂതങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, വ്യാധികളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയേ, വ്യാധികളെ സൗഖ്യമാക്കുവാനും, ഇത് മറക്കരുത്, രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കി, അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം പ്രസംഗിപ്പാൻ. ഹല്ലേലൂയ. ദൈവരാജ്യം പ്രസംഗിപ്പാൻ. ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു, ഈ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി ഇടങ്ങളിൽ നമുക്ക് ഈ ഒരു വാക്യം കാണാൻ പറ്റും. ഈ അധികാരം എന്നുള്ള പദം പലയിടങ്ങളിലും കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചോണേ, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞു തരാം. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചില പ്രത്യേകത, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിൽ രോഗികളില്ല. അതുകൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യം വരുത്തുവാനും കർത്താവ് അവരെ അയച്ചു. നോക്കിക്കേ, കർത്താവ് അവരെ അയച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ പലപ്പോഴും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും, ദൈവികമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് രണ്ട് രീതിയിലാണ്. ഒന്ന് മാനസിക രോഗം, രണ്ട് ശാരീരിക രോഗം. ഈ മാനസിക രോഗത്തിൻ്റെ അകത്ത്, മാനസിക രോഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഭ്രാന്ത് മാത്രമല്ല, നമ്മുടെ അകത്ത് നോക്കി ഡിപ്രഷനുകൾ വരുന്നത്, മനസ്സ് തകരുന്നതെല്ലാം ഈ മുറിവുകളാണ്. ഇതിനെയും സൗഖ്യമാക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ആമീനുടെ വാക്ക് നോക്കിയേ, അവൻ കർത്താവ് വിളിച്ചിട്ട് സകലർക്ക് മേൽ അധികാരം കൊടുത്തു, വ്യാധികളെ സൗഖ്യമാക്കുവാനും. അപ്പം രോഗമെന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്തോണം, രോഗമെന്നുള്ളത് സാത്താൻ്റെ ആയുധമാണ്. രോഗം പിശാചിൻ്റെ ആയുധമാണ്, സൗഖ്യം നിങ്ങളുടെ ആയുധമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, രോഗം സാത്താൻ്റെ ആയുധം, സൗഖ്യം നിങ്ങളുടെ ആയുധം. ഇത് രണ്ടും മറന്നു പോകല്ലേ, ഇത് രണ്ടും ആയുധങ്ങളാണ്. രോഗം സാത്താൻ്റെ ആയുധം, സൗഖ്യം നിങ്ങളുടെ ആയുധം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണേ. അപ്പോൾ കർത്താവ് 12 അടുക്കൽ വിളിച്ചിട്ട് അവർക്ക് അധികാരം കൊടുത്തു. ഇനി എന്തുകൊണ്ടാണ് ഈ അധികാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇരമ്യാ പ്രവാചകൻ നമ്മൾ പലപ്പോഴും എടുക്കുന്ന വാക്യമാണ്. 33 വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. അപ്പോൾ നിങ്ങൾ ആ വാക്യം നോക്കി, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ വാക്യം ധ്യാനിക്കാറുണ്ടല്ലേ. രോഗസൗഖ്യവും രോഗശാന്തിയും ആരോഗ്യം, രണ്ടും രണ്ടായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. ആരോഗ്യം, ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ ആരോഗ്യത്തിന് വിരോധമായി, ഒരു വ്യക്തിക്ക് ആരോഗ്യത്തിന് വിരോധമായി പൊങ്ങി വരുന്ന, അല്ലെങ്കിൽ അതിന് വിരോധമായി നിൽക്കുന്നതാണ് രോഗം. അപ്പം ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് ആരോഗ്യമാണ്. പിശാചിൻ്റെ പ്ലാൻ നിങ്ങളെ രോഗിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ, സാത്താൻ്റെ മീതെ നിങ്ങൾക്കൊരു അധികാരം തന്നു. ഹല്ലേലൂയ. ഐ വിൽ ബ്രിങ് ഇറ്റ് ഹെൽത്ത്. നോക്കിയേ, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരും. ആ വാക്യം നിങ്ങൾ നോക്കിയേ, ഹെൽത്ത് എന്നുള്ള പദത്തിന് കൊടുത്തേക്കുന്ന അർത്ഥം ഇതാണ്. ഹെൽത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ എന്നൊരു വാക്കാണ്. പെർഫെക്ഷൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ എന്നൊരു പദവും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് രണ്ടാമത് പഠിക്കാം ആ കാര്യത്തെപ്പറ്റി. ഇവിടെ നിങ്ങൾ നോക്കിയേ, സൗഖ്യമാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ രോഗം എന്ന് പറയുന്ന ഒരു വിഷയം, നമുക്കറിയാം ഇത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, അത് ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അതിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ ഈ കുറേ പ്രസംഗം കേട്ടിട്ടുള്ളത് അതേപ്പറ്റിയൊക്കെ, ഒത്തിരി പ്രസംഗം കേട്ട് ഞാൻ മടുത്തിട്ടുള്ളത്, പക്ഷേ എന്തുകൊണ്ട് എനിക്കൊരു വിടുതലുണ്ടാകുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം കാണാൻ പറ്റുന്നില്ല? എല്ലാവരെ പറ്റിയല്ല, ദൈവത്തിൽ, ഞാനിത് കേട്ടോണേ, എല്ലാവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ശ്രദ്ധിച്ചോണേ, ഈ ആത്മമനുഷ്യൻ, ഞാനൊരു വാക്ക് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് ആത്മമനുഷ്യൻ. നമ്മൾ ജീവിക്കുന്ന രണ്ട് മൈൻഡിലാണ്. കാർണൽ മൈൻഡും നമുക്കുണ്ട്, സ്പിരിച്വൽ മൈൻഡും ഉണ്ട്. അതായത് ജഡമനസ്സുകൊണ്ട് ആത്മമനസ്സും നമുക്കുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ്. നമ്മൾ ആരും ജീവിക്കുന്നത് എല്ലാ ദിവസവും ഹല്ലേലൂയ സ്തോത്രം പറയുകയും, എല്ലാ ദിവസവും അന്യഭാഷ പറയുകയും, എല്ലാ ദിവസവും ആമേൻ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ അല്ല നാം ജീവിക്കുന്നത്. പകരം നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്ന,
നമ്മളെ പലപ്പോഴും ചലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകും. നിങ്ങൾ നേരം വെളുത്തെണീറ്റ് ഏതെങ്കിലും ഒരു ബ്രദറിൻ്റെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വിശ്വാസത്തിൽ ബലപ്പെട്ട് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അയൽവക്കത്തിലെ ആൻഡ് കൊച്ചിൻ്റെ കാര്യം എന്തായി? പുറത്തോട്ടിറങ്ങുമ്പോൾ കടയിൽ ചെല്ലുമ്പോൾ കടക്കാരൻ ചോദിക്കുകയാണ് മറ്റേ വിഷയം എന്തായി? ഓഫീസിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ ഒക്കെയും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെയും നമ്മുടെ കാർണൽ മൈൻഡിനെ ബലപ്പെടുത്തുന്നതാണ്. അതായത് ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് എന്നെ ഉറപ്പിക്കുന്ന രീതിയിൽ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തെ നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രാക്ടിക്കൽ ലൈഫ് വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എല്ലാ ദിവസവും എണീറ്റ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കണം. സ്വയമായി നിങ്ങൾ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പറയണം, രോഗം എനിക്കുള്ളതല്ല. ആരോഗ്യമാണ് എൻ്റെ അവകാശം, രോഗമല്ല. ഇവിടെ നോക്കി, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് പറയുകയാണ്, അവിടെ യേശുക്രിസ്തു നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ. നമ്മൾ പലപ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്, അല്ലേ? നോക്കിക്കേ, നിങ്ങൾ ആ വാക്യത്തിലൊന്ന്, നിങ്ങൾ ബൈബിൾ എത്ര പേര് വായിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ എവിടെയെങ്കിലും യേശുക്രിസ്തു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച്, എവിടെയെങ്കിലും യേശു രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുവിന് പറയാൻ കാരണം? നിങ്ങളുടെ മേൽ അധികാരമുള്ളത് കൊണ്ടാണ്. ഈ അധികാരത്തെ ഉപയോഗിക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ അധികാരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മിങ്കിൾ ചെയ്ത് എപ്പോഴും മൂവ് ചെയ്യണം. അപ്പം മിങ്കിൾ ചെയ്ത് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുക, എനിക്കിപ്പം കർത്താവ് വചനം എല്ലാം കേട്ട് ഇപ്പം ബ്രദർ പറഞ്ഞല്ലോ രോഗം മാറും, അത്ഭുതം നടക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ട ഉടനെ നിങ്ങളുടെ അകത്തേക്ക് കയറിയ ഈ ദൈവവചനത്തെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അകത്തോട്ട് കയറണം. രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല. ഒന്ന്, എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ രോഗമല്ല, എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ ആരോഗ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പല ഇടങ്ങളിൽ പല രീതിയിൽ ഇങ്ങനെ കയറിക്കൂടാൻ നോക്കും. അപ്പോൾ ഇത് കയറിക്കൂടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണേ, ഈ രോഗമെന്നുള്ളത് സാത്താൻ്റെ ആയുധമാണ്. ഇവൻ്റെ ആയുധത്തെ തകർക്കുവാൻ എനിക്ക് പ്രത്യേക കൃപയുടെ ആവശ്യമില്ല. യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു. കണ്ടോ, യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അധികാരമുള്ളവൻ അധികാരത്തെ ഉപയോഗിക്കണം. അധികാരത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ പറയത്തില്ല എക്സിക്യൂട്ട് ചെയ്യുക. ഈ എക്സിക്യൂട്ട് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അറിയാവുന്നവരെന്ന് പറഞ്ഞ്, എക്സിക്യൂട്ട് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞോ? നടപ്പിലാക്കുക. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് ദൈവരാജ്യത്ത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ നന്മകളെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്? വചനം പറയുക. ഇവിടെ നിങ്ങൾ നോക്കിയോണേ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സംഭവം നിങ്ങൾക്ക് വർക്കൗട്ട് ആകണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് പ്രവൃത്തി തലത്തിലേക്ക് വരണമെങ്കിൽ, നമുക്ക് ആദ്യം വേണ്ടത് സ്പിരിച്വൽ കോൺഷ്യസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് ആത്മബോധത്തിലേക്ക് നിങ്ങൾ വരണം, ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകണം. അതായത് നിങ്ങൾക്കിപ്പോൾ രോഗം വരുമ്പോൾ, നമ്മൾക്കൊരു രോഗത്തെപ്പറ്റി അല്ലെങ്കിൽ രോഗത്തെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. അതെങ്ങനെയാണ് ഈ മനസ്സിലേക്കുള്ള ഒരുക്കത്തെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം കർത്താവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തി വിശ്വാസ വചനത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും നിങ്ങൾ ഗാർഡ് ചെയ്യുന്നവരാകണം.
മനസ്സിനെ പൊതിയുന്നവരാണ്. ഞാൻ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ചോദ്യോത്തര വേളയിൽ ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ രോഗസൗഖ്യം ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാർക്കും, ചിലർക്ക്, നമുക്ക് എല്ലാവർക്കും അല്ല, ചിലർക്ക് ഇങ്ങനെ രോഗം വരുന്നതായിട്ട് കേട്ടല്ലോ ബ്രദറെ. അപ്പം അതിനെപ്പറ്റി എന്താണ്? അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, രോഗം എന്നുള്ളത് ഒരിക്കലും ദൈവം തരുന്നതല്ല. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു, ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നിരിക്കുന്നു. ശ്രദ്ധിച്ച്, കാൽവരി ക്രൂശിലൂടെ യേശു ക്രിസ്തു അതിനെ സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. കാൽവരി ക്രൂശിലൂടെ പിശാചുക്കളുടെ മേൽ നിങ്ങൾക്ക് അധികാരത്തെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അതേ കണ്ടിട്ട് എനിക്ക് അധികാരമുണ്ട്, പിശാചിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല. പല ആൾക്കാരും പറയും, ബ്രദറെ, പിശാച് എൻ്റെ ജീവിതത്തിൽ പല വഴിയും അടച്ചിരിക്കുന്നു, സാത്താൻ എൻ്റെ ജീവിതത്തിൽ പല രീതിയിൽ എന്നെ കൊടുക്കാൻ നോക്കുന്നു. പ്രിയരെ, നിങ്ങൾ വളരെ സൂക്ഷിക്കണേ. നിങ്ങളുടെ മനസ്സിനെ ഗാർഡ് ചെയ്യണം. നിങ്ങൾ അധികാരിയാണ്. നിങ്ങളെ പിശാചിൻ്റെ മീതെയാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ അവന് ശക്തി കൊടുക്കരുത്. അവൻ്റെ ശക്തി എന്നാണെന്നറിയാവോ? നിങ്ങളുടെ അവിശ്വാസമാണ് അവൻ്റെ ശക്തി. നിങ്ങളുടെ അവിശ്വാസവും നമ്മുടെ അറിവില്ലായ്മയാണ് അവൻ്റെ ശക്തി. എന്നാൽ തിരിച്ചറിഞ്ഞോണേ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. പത്രോസ്ലീഹയൊക്കെ ഇന്നലെ വരെ അതിലെല്ലാം ചൂണ്ടയിട്ട് മീൻ പിടിച്ച് നടന്ന ആൾക്കാരാണ്. ഒരു സുപ്രഭാതത്തിൽ യെരുശലേമിലേക്ക് ഇറങ്ങിയിട്ട് യേശുക്രിസ്തു പറഞ്ഞു, അവൻ 12 അടുക്കൽ വിളിച്ചു, ഭൂതങ്ങളുടെ മേലും രോഗികളുടെ മേലും അവർക്ക് എന്തു കൊടുത്തു? അവരെ സൗഖ്യമാക്കുവാൻ ശക്തി. നോക്കിക്കേ, ശക്തിയും അധികാരവും. മറക്കല്ലേ, നിങ്ങളുടെ അകത്ത് ശക്തിയുണ്ട്, അധികാരമുണ്ട്. ഇനി ഈ ശക്തിയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിൽ ദൈവരാജ്യത്തിൻ്റെ നന്മകളെ ഉപയോഗിക്കുവാൻ സഹായിക്കുന്നത്. ഇനി ഈ വാക്ക് നോക്കുകയാണെ, ഈ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. സ്ട്രെങ്ത് എന്നൊരു വാക്ക്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ അകത്ത് മസിൽസ് ഉണ്ടല്ലേ. നമ്മുടെ എല്ലാവരുടെയും ബോഡിക്കകത്ത് ഭയങ്കരമായ, നമുക്കിപ്പോൾ ഒരു ബോഡി ബിൽഡറെ കാണുമ്പോൾ നമ്മൾ പറയും, എന്തൊരു മസിലാണ് അല്ലേ, എന്തോ ഒരു മസിലാണ്, ഇതെങ്ങനെയാണ് ഈ മസിൽ നിർമ്മിച്ചെടുത്തത്? അപ്പോൾ അദ്ദേഹം ചിലപ്പം അയാൾ ഉയർത്തുന്നൊരു വെയിറ്റ് നിങ്ങൾക്ക് ഉയർത്താൻ കഴിയത്തില്ലായിരിക്കും. അയാൾ 120-130 കിലോ ഉയർത്തി ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ, ഞാനിവിടെ ഒരു 2 കിലോ 5 കിലോ അരി ചുമക്കാൻ വേണ്ടി എന്നാ പാടാ. ആ മനുഷ്യൻ 130 കിലോയും 120 കിലോയൊക്കെ ഈസി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു, എന്തൊരു ശക്തിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ, സഹോദര, ഞങ്ങൾ 5 കിലോയുടെ അരിച്ചാക്ക് ചുമക്കാൻ വേണ്ടി ഭാരപ്പെടുമ്പോൾ നിങ്ങൾ ഈ 130 കിലോയുള്ള ഈ വെയിറ്റ് ലിഫ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? നിങ്ങൾക്ക് എങ്ങനെയാണിത് കഴിയുന്നത്? അദ്ദേഹം പറയും, ഞാൻ എൻ്റെ ശക്തിയെ ഇൻക്രീസ് ചെയ്തു. കണ്ടോ, ഞാനും നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാക്ടീസിലൂടെ, എക്സസൈസിലൂടെ ഞാൻ എൻ്റെ സ്ട്രെങ്തിനെ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ശക്തിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. ആമേൻ. നിങ്ങളുടെ അകത്ത് ശക്തി ഇരിപ്പുണ്ട്. ഈ ശക്തിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശക്തി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബൈ ഫെയ്ത്തിലാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും ഒരു വാണിംഗ് പറയാറുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ളതെല്ലാം കേൾക്കാൻ വേണ്ടി പോകരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ. അനാവശ്യമായിട്ട് കേൾക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടാകുന്നു. ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയെയാണ് ബാധിക്കുന്നത്. ശക്തി ഞാൻ പറഞ്ഞല്ലോ, ഈ ശക്തി നമ്മുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തി നമുക്ക് വർദ്ധിക്കണമെങ്കിൽ വിശ്വാസം നമുക്ക് വർദ്ധിക്കണം. വിശ്വാസം നമുക്ക് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഞാനൊരു എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ ഈ വചന കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടിട്ട്, അതായത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇന്നേ വരെ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ഇന്നേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിനൊരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ കൂട്ടായ്മയിൽ വന്ന് കർത്താവിൻ്റെ സത്യവചനം കേട്ടിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട്, ബ്രദറെ, ഒരു സൗഖ്യവും വിടുതലും ഞാൻ ഒരു ബ്രദറും പ്രാർത്ഥിച്ചിട്ടല്ല, പകരം ഞാനത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത് കേട്ടപ്പോൾ അതേപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്. ഒരു സാക്ഷ്യമല്ല, ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ലൈവിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർ തെറ്റിദ്ധരിക്കരുത്. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത ഒന്നും ഉയർത്താൻ വേണ്ടിയല്ല. എൻ്റെ കാരണം, നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ അകത്ത് വിശ്വാസമായി മാറി. ആ വിശ്വാസത്തെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു.
ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചതിനെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുന്ന സമയത്താണ് ഇവിടെ എന്ത് സംഭവം. ശക്തിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ഫ്ലോ ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന, ചലിക്കുന്ന, മൂവ് ചെയ്യുന്ന ശക്തി. അപ്പോൾ ഈ ശക്തിക്ക് ഒരു പ്രത്യേകത, ഇത് മൂവ് ചെയ്യും, ഇത് പ്രവർത്തിക്കും, ഇത് ചലിക്കും. ആർക്കു വേണ്ടി മാത്രം? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം മൂവ് ചെയ്യുന്നൊരു ദൈവശക്തി. ദൈവം അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ രോഗമെന്നുള്ള കൺസെപ്റ്റ്. ഇവിടെ യേശുക്രിസ്തു വന്ന ഉടനെ പ്രസംഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞു, എൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഇത്രയും ശത്രുത രോഗത്തോട്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു വന്ന ഉടനെ പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ പലയിടങ്ങളിലും കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രോഗശാന്തി വരുത്തും. നിങ്ങൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം നോക്കിക്കേ, ഞാൻ നിനക്ക് രോഗശാന്തി, അതായത് സൗഖ്യം തരും. രണ്ടാമത് പറഞ്ഞു ഹെൽത്ത് തരും, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യത്തെ വരുത്തി. അപ്പം സൗഖ്യവും ആരോഗ്യവും, അടുത്ത വാക്യത്തിൽ പറഞ്ഞു ഞാൻ അവരെ സൗഖ്യമാക്കുകയും. 3 കാര്യമാണ്: രോഗശാന്തി, ആരോഗ്യം, സൗഖ്യം. 3 കാര്യം പറയുവാണ്. ഇവിടെ നോക്കി, ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ആരോഗ്യം തരുന്നത്? എപ്പോഴും ഓർത്തോണേ, ദൈവത്തിൻ്റെ പ്ലാൻ, അഥവാ ദൈവത്തിൽ നിന്ന് രോഗം വരത്തില്ല, ദൈവത്തിൽ നിന്ന് ആരോഗ്യം മാത്രമേ ഉള്ളൂ. അപ്പം രോഗം പിശാചിൻ്റെ ആയുധമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, രോഗം പിശാചിൻ്റെ ആയുധമായതുകൊണ്ട് ദൈവത്തിന് മനസ്സിലായി, ഇവൻ്റെ ആയുധത്തെ തകർക്കണമെങ്കിൽ നമുക്ക് അധികാരം വേണം. ആ അധികാരമാണ് ലൂക്കോസ് 9 പറയുന്നത്, സകല വ്യാധികളെയും രോഗികളെയും ഭൂതങ്ങളുടെ മേലും അവരെ വിടുവിക്കുവാനും സൗഖ്യമാക്കുവാനും യേശുക്രിസ്തു അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഇത് തന്നെയാണ് ലൂക്കോസ് 10:19 പറയുന്നത്, ദൈവം നമുക്ക് അധികാരം തന്നു. ഇനി നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറഞ്ഞത് ദൈവരാജ്യം പ്രസംഗിപ്പാൻ. ഇവിടെ പ്രസംഗിക്കുക എന്നുള്ള വാക്ക് കൊടുത്തേക്കുന്ന അർത്ഥം ഇതാണ്: പ്രൊക്ലെയിം ചെയ്യുക, പ്രഖ്യാപിക്കുക, രോഗികളെ സൗഖ്യം വരുത്തുവാൻ. നോക്കിയേ, രോഗികളെ സൗഖ്യം വരുത്തുവാൻ യേശു അവരെ പറഞ്ഞ് അയച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് ഇന്ന് സമയം ഇച്ചിരി നീണ്ടു പോകും, എങ്കിലും സാരമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അത്ഭുതം ചെയ്യും. നോക്കിക്കേ, അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ, കുടുംബജീവിതത്തിൻ്റെ പിന്നിൽ, നമ്മൾ ഏതൊക്കെ വിഷയമുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ദുരാത്മാവിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, പൈശാചിക ലോകത്തിൻ്റെ അവൻ്റെ ശക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഒരു വിശ്വാസി ആദ്യം മനസ്സിലാക്കണം, ഞാനാണ് ശക്തൻ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, യേശുവിൽ വിശ്വസിക്കുന്ന ഞാനാണ് ശക്തൻ എന്ന് ആദ്യം പറഞ്ഞ്, ഞാനാണ് ശക്തൻ. ആമേൻ. ഇനി നിങ്ങൾ കേട്ടോണേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമുക്കറിയാം, ഈ ദൈവം ശിംശോനെ ദൈവം അഭിഷേകം ചെയ്തു. ശിംശോന്റെ അഭിഷേകം എവിടെയായിരുന്നു യഥാർത്ഥത്തിൽ? ആർക്കെങ്കിലും അറിയാം? വായിച്ചവർക്ക് ശിംശോന്റെ അഭിഷേകം എവിടെയായിരുന്നു? പഴയ നിയമത്തിൽ ശിംശോന്റെ അഭിഷേകം തലമുടിയിലായിരുന്നു. ദാവീദിന് കൊടുത്ത അഭിഷേകം തൻ്റെ രാജകീയ അഭിഷേകമായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ പല രീതിയിലാണ് അധികാരം വെളിപ്പെട്ടത്. പഴയ നിയമത്തിൽ ദൈവികമായ അധികാരം വെളിപ്പെട്ടപ്പോൾ ശിംശോന്റെ മുടിമേൽ എന്ത് ചെയ്തു? അഭിഷേകം വന്നു. പക്ഷേ ശിംശോന് പറ്റിയൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെ ദൈവമാക്കി വെച്ച പദ്ധതികളിൽ നിന്നും വിരോധമായി ദൈവം എന്തെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞു, അതിലേക്ക് താൻ ശ്രദ്ധ തിരിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ നോക്കിയാൽ മതി. മിഥ്യാസൈന്യം എത്ര രീതിയിൽ വന്ന് പിടിച്ചു കെട്ടാൻ നോക്കിയാലും ശിംശോനെ തൊടാൻ പറ്റുന്നില്ല. കാര്യം ദൈവം ഒരാൾക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ആ അധികാരം ഉയരത്തിൽ നിന്ന് ലഭിച്ചതാ. ഉയരത്തിൽ നിന്ന് ലഭിച്ച അധികാരം നിങ്ങൾ എപ്പോഴാണോ മിസ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾ എപ്പോഴാണോ ആ അധികാരത്തെ കളയുന്നത്, ആ സമയത്ത് മാത്രമേ സാത്താനെ നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, ദുരുപദേശങ്ങളിൽ തലവെക്കരുത്. എന്താണ് ദുരുപദേശം എന്ന് പറഞ്ഞാൽ? പിശാച് ശക്തനാണെന്നും നമ്മൾ അവനെ ജയിക്കണമെന്നും പഠിപ്പിക്കുന്ന ദുരുപദേശമാണ്. ശ്രദ്ധിച്ചോണേ, പിശാചിനെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താനാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുക, പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുക. അപ്പം ഇത് രണ്ട് നോക്കിക്കേ, ഈ 2 വാക്കിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സാത്താനെ ജയിക്കാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നത് പോലെ അല്ല. റെസിസ്റ്റ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക,
തീയമ്പുകളെ കെടുത്തുക. ഇത് രണ്ടും നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് രണ്ടും ജയിക്കുക എന്നുള്ള, ഇത് രണ്ടും അധികാരമുള്ളവനെ പറ്റത്തുള്ളൂ. ആമേൻ. നിങ്ങളിപ്പോൾ ഓടി വരുന്ന വഴിക്ക്, എൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ ഓടി വരിക, ഞാൻ ഗേറ്റ് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല അല്ലേ. എനിക്ക് വലിയൊരു ഗേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, റെസിസ്റ്റ് ചെയ്യുന്നു ഞാൻ, കണ്ടോ, റെസിസ്റ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുക. കെടുത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഇത് രണ്ടും പറയുന്നത്. ആമേൻ. അപ്പോൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയണമേ, നിങ്ങൾ പിശാചിനെ ജയിക്കാൻ നടക്കുന്നവരല്ല. പിശാചിനെ ജയിക്കാൻ നടക്കുന്നവരല്ല, അവൻ്റെ മേൽ അധികാരമുള്ളവരാണ്. ആമേൻ. അപ്പോൾ അധികാരത്തിൻ്റെ പ്രത്യേകത ഇത് നമുക്കറിയാം. ഈ റെസ്ലിംഗ് ചെയ്യുന്ന സമയത്ത്, ഞാൻ കുറേ കാലം റെസ്ലിംഗ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ റെസ്ലിംഗ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ, മാസ്റ്റർ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ രണ്ടുപേരും തുല്യ ഭാരമുള്ളവർ തമ്മിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തുല്യ ഭാരം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ തുല്യ ശക്തികളാണ്. ഒരേ ഭാരമുള്ള, തുല്യ ശക്തിയുള്ള, ഒരേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, ഒരേ ടെക്നിക്കുകൾ അറിയാവുന്ന സെയിം ആൾക്കാർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അപ്പം നമുക്ക് പറഞ്ഞു തരുന്നൊരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം ആ ഒരു റിങ്ങിൽ കയറുന്ന സമയത്ത് എതിരാളിയെ ഭയപ്പെടുത്തണം. അതായത് തുല്യ ശക്തികളാണ്, പക്ഷേ ഈ രണ്ടു പേർക്കും പരസ്പരം അറിയാം ഒരാൾ മറ്റേ ആളേക്കാൾ സ്ട്രോങ് അല്ല. കാര്യം സ്ട്രെങ്ത് സെയിമാണ്, പ്രാക്ടീസുകൾ സെയിമാണ്, അവർ പഠിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ സെയിമാണ്. ഇവർ രണ്ടുപേരും സെയിം ആയുമ്പോൾ ഒരാൾ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റേയാളെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. കണ്ടോ, അതായത് രണ്ടു പേർക്കും ഡിഫെൻഡ് ചെയ്യാൻ ടെക്നിക്ക് അറിയാം. രണ്ടുപേരും പഠിച്ചിരിക്കുന്നത് ഒരേ ടെക്നിക്കുകളാണ്, ഒരേ ഡിഫെൻഡിങ് മെത്തേഡാണ് പഠിച്ചിരിക്കുന്നത്, ഒരേ ഭാരം, വെയിറ്റ് ഉള്ളവരാണ്, ഒരേ പ്രായമുള്ളവരാണ്. പക്ഷേ ഇവിടെ ഒരാൾ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് പല സഭകളും പഠിപ്പിക്കുന്നത്. സാത്താനെ ജയിക്കണം, സാത്താനെ ജയിക്കണം. പ്രിയരെ, നിങ്ങൾ തുല്യ ശക്തി അല്ല, നിങ്ങൾ അവൻ്റെ മീതെ, യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേൽ, നോക്കിക്കേ, റെയിൻ ഓവർ എന്ന് പറയുന്നത് പോലെ ട്രാംപ്ലിംഗ് എന്ന വാക്ക് പറയുന്നത്, ചവിട്ടി മെതിക്കുവാൻ അവൻ്റെ മേൽ. ഈ മേലെന്ന് പറഞ്ഞ അർത്ഥം എന്തോന്ന് പറഞ്ഞ് ഇത് നിങ്ങളുടെ ഉള്ളത്തിൽ കയറണം. എന്താണ് അവൻ്റെ മേലെന്ന് പറഞ്ഞാൽ? അവൻ്റെ മേലെന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അത് തന്നെ നല്ലൊരു അർത്ഥ സഹോദരി പറഞ്ഞു, അവനേക്കാൾ. കണ്ടോ, അവനേക്കാൾ നിങ്ങൾ ശക്തനാണ്. പക്ഷേ ഇതെന്താ ബ്രദറെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ബ്രദറെ, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവനേക്കാൾ എന്ന് ബ്രദർ പഠിപ്പിക്കുമ്പോഴും പലപ്പോഴും പല വിഷയങ്ങളിൽ ഞങ്ങൾ കുടുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തി ഒഴുകുന്നില്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ, അസാധാരണമായൊരു ദൈവശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒഴുകുന്നില്ല. ഒഴുകാത്തതിൻ്റെ കാരണം ശക്തിയും വിശ്വാസവും തമ്മിലാണ് ബന്ധം. ഒന്നുകൂടെ ഞാൻ പറയാം, ശക്തിയും വിശ്വാസവും തമ്മിലാണ് ബന്ധം. ഈ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ശിംശോൻ്റെ മുടിയിൽ അഭിഷേകമുണ്ട്. ശിംശോനെ ബന്ധിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദലീലയുടെ മടിയിൽ പോയി കടന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ സീക്രട്ടിനെ താൻ പറഞ്ഞു കൊടുത്തു. അതിന് മുമ്പ് വരെ തന്നെ ബന്ധിക്കാനോ കെട്ടാനോ പിടിക്കാനോ നശിപ്പിക്കുവാനോ കഴിഞ്ഞില്ല. താൻ എവിടെയാണോ തൻ്റെ അഭിഷേകത്തിൻ്റെ മറച്ചു വെച്ചിരിക്കുന്ന മർമ്മത്തെ വെളിപ്പെടുത്തി എന്ത് ചെയ്തു? താൻ പരാജയപ്പെട്ടു പോയി അല്ലേ. ഇവിടെ ശ്രദ്ധിച്ചോണേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതേ അനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളുടെ അകത്തൊരു അവെയർനെസ് ഉണ്ടാകണം. നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ രോഗികളെ സൗഖ്യം ആക്കുവാനും. അതിൻ്റെ അർത്ഥം രോഗത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. അതായത് നിങ്ങൾ നിന്നാൽ സാത്താന് ഭയമാണ്. ഇനി ഞാൻ പറഞ്ഞു തരാമല്ലോ, റെസ്ലിംഗിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഇതാണ്. തുല്യ ശക്തികളെ മുമ്പിൽ നിർത്തി ആദ്യം റിങ്ങിൽ കയറുന്ന വ്യക്തി ഒരു ഭയപ്പെടുത്തലുണ്ടാക്കും. എന്താണ് ഈ ഭയപ്പെടുത്തുന്നത്? ചിലപ്പം ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം, രൂപം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദം കൊണ്ടായിരിക്കാം, ഏതെങ്കിലും സിമ്പിൾ കൊണ്ടായിരിക്കാം. ഈ എതിർ നിൽക്കുന്ന വ്യക്തിയുടെ ധൈര്യത്തെ ചോർത്തിയെടുക്കും. ഇത് തന്നെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ശക്തനാണെന്ന് ലോകത്തിൽ അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും.
അവൻ വലിയ സംഭവമാണെന്ന് പല പ്രസംഗങ്ങളെയും കൊണ്ട് പ്രസംഗിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കമ്പൈൻ വർഷിപ്പ് ചെയ്തുകൊണ്ടൊരു സമയത്ത് അവിടെ എനിക്കൊരു സുവിശേഷം പറയാൻ വേണ്ടി 2016 15 എനിക്ക് ക്ഷണം കിട്ടി. ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു ഓൺലൈൻ പ്രയറിലായിരുന്നു. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് അവിടെ ചെന്നതാണ്. അപ്പോൾ അവിടുത്തെ സഹോദരങ്ങൾ പറഞ്ഞു, ബ്രദറെ വന്നതല്ലേ ബ്രദറെ, അല്പനേരം ഒന്ന് വചനം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ സാത്താൻ്റെ മേലുള്ള അധികാരത്തെപ്പറ്റി മുഴുവൻ പ്രസംഗിച്ചതിന് ശേഷം ഇതിന് ശേഷം വന്ന ബ്രദർ, ഞാൻ എപ്പോഴും പറയണം, നിങ്ങൾ ഒരാളെ വ്യക്തിപരമായി നമ്മൾ ജയിക്കാൻ വേണ്ടി വചനം എടുത്ത് കൂട്ടുപിടിക്കില്ല. അപ്പം അദ്ദേഹം എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞപ്പോൾ എന്തോ കാര്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അദ്ദേഹം കയറിയ ഉടനെ പറഞ്ഞു, നമ്മൾ പിശാചിനെ ഭയപ്പെടണം. ഞാൻ ആദ്യം പ്രസംഗിച്ചത് ഭയപ്പെടേണ്ട, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന. കണ്ടോ? അപ്പോൾ തിരിച്ചെന്ത് ചെയ്തു? അപ്പോൾ അത് കേട്ടിട്ടും കുറേ ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് ആമേൻ പറയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, നിങ്ങൾ ആളുകളെ നശിപ്പിക്കുന്നവരാകരുത് സഹോദരങ്ങളെ, നിങ്ങൾ ആളുകളെ ബലപ്പെടുത്തണം. ഇനി ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്പിരിറ്റിൻ്റെ ഒരു തലമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ സാധാരണ ലൈഫിൽ അല്ലാതെ നമ്മൾ കാണാത്തൊരു ഈവിൾ വേൾഡ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈവിൾ വേൾഡ്, സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. ഒരു വിശ്വാസിക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് ലൈഫാണ് ഈവിൾ വേൾഡ്, സ്പിരിച്വൽ വേൾഡ്. നിങ്ങൾ സ്പിരിച്വൽ വേൾഡിൻ്റെ അകത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ, ആത്മലോകത്തിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വിശ്വാസം ഉപയോഗിച്ച്, നിങ്ങളുടെ വിശ്വാസത്തെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സകല കാര്യങ്ങളിൽ ജയിക്കാൻ പറ്റും. സകല മേഖലത്തെയും. ഇപ്പം നിങ്ങൾ ഉദാഹരണം പറഞ്ഞു, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷയം, ഇതിനെ നിങ്ങൾക്ക് വിശ്വാസത്താൽ ജയിക്കുവാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഇത് കറക്റ്റായിട്ടല്ല കിടക്കുന്നതെങ്കിൽ ശക്തി മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. മർക്കോസ് 16 പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അടയാളം. കണ്ടോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവരിൽ, 2 പദം കണ്ടോ? അപ്പോൾ വിശ്വാസം, 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 ഇത് രണ്ടും കേൾക്കുമ്പോൾ ഉറപ്പിച്ചോണേ, എൻ്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവശക്തിയുടെ പ്രവർത്തനം. എന്നാണ് ഞാൻ പറയാം, കേൾക്കുന്നതാണ് വിശ്വാസം, വിശ്വസിക്കുന്നതാണ് ദൈവശക്തി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുന്നത്. ആമേൻ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കണം. നിസ്സാര കാര്യമായിക്കോട്ടെ. ബ്രദറെ, കയ്യിൽ എന്തോ ഒരു ചെറിയ ഒരു തടിപ്പ്, കുഞ്ഞ് എന്തോ തടിപ്പ്, കൈവച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയണം, എൻ്റെ ശരീരം ആരോഗ്യത്തിൻ്റെ ശരീരമാണ്, യേശുവിൽ ഞാൻ ആരോഗ്യമാണ് എൻ്റെ പ്ലാൻ. ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യരുത്. അതാണ് പറഞ്ഞത്. ഇനി എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്ക് അത്ഭുതങ്ങളെ കൊണ്ടുവരാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഡെയിലി എണീക്കുന്ന സമയത്ത് നിസ്സാരമായ കാര്യങ്ങളിൽ പോലും കോംപ്രമൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആരോഗ്യം നിങ്ങളുടെ ആയുധം, സൗഖ്യം പിശാചിൻ്റെ ആയുധം. ബ്രദറെ, ചെറിയ ഒരു ബുദ്ധിമുട്ട്, യേശുവിൻ്റെ നാമത്തിൽ പറയണം, കർത്താവേ, എൻ്റെ അകത്ത് അധികാരമുണ്ട്, സൗഖ്യമാക്കുന്ന അധികാരമുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ചെറിയ തടിപ്പിനോട്, ചെറിയ എന്തോ ചൊറിഞ്ഞപ്പം എന്തോ സംഭവിച്ച ചെറിയ തടിപ്പ്, എങ്കിലും കൈവെക്ക്. എന്തിനാണെന്നറിയാമോ? എനിക്ക് സ്പിരിച്വൽ കോൺഷ്യസ് ഉണ്ടാകാൻ വേണ്ടിയാ. ഈ ചെറിയ തടിപ്പ് മാറാൻ വേണ്ടിയാണ് ബ്രദറെ ഞാൻ വിശ്വസിക്കുന്ന കൈവെക്കുന്നത്. വേണം. കാര്യം, ഞാൻ ജീവിക്കുന്ന ലോകം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ റേഷൻ കാർഡിൽ പേരുള്ള BPL-കാരനോ APL-കാരനോ സാധാരണക്കാരനോ പണക്കാരനോ ഇടത്തരക്കാരനോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ലോകം എല്ലാ ദിവസവും. അല്ല, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയാണ്, അധികാരമുള്ള വ്യക്തിയാണ്. പിശാചിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും സർവത്തിൻ്റെ മേലും എനിക്ക് അധികാരമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഇത് എൻ്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരണം. നമ്മൾ പലപ്പോഴും ആരാധിക്കുമ്പോഴാണ് ഈ മൈൻഡെല്ലാം വരുന്നത്. അല്ല, പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എങ്ങനെ വരാം? ആമേൻ. അപ്പോൾ ആരോഗ്യത്തിൻ്റെ അകത്തിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ രോഗം പിശാചിൻ്റെ ആയുധമാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുക, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, രോഗികളെ ബ്രദറെ, ഞങ്ങൾക്ക് രോഗികളുടെ മേൽ എങ്ങനെ പോയി പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ടോ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കാത്തവരാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ ദൈവം നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു.
ദൈവം നിങ്ങളെ അധികാരിയാക്കി വെച്ചിരിക്കുന്നു. സകല ഭൂതങ്ങളുടെ മേലും നിങ്ങൾ അധികാരി. ബ്രദറെ, ഞാൻ പറഞ്ഞാൽ ഭൂതം അനുസരിക്കുമോ? 100% അനുസരിക്കും. കേട്ടോണേ, 100% പിശാചുക്കൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. അയ്യോ ബ്രദറെ, പിശാചുക്കൾ ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. നിങ്ങളെ അവൻ കള്ളത്തരം പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുക. ഞാൻ പറഞ്ഞാൽ അവൻ്റെ ആയുധം ഭയമാണ്. അവൻ ഭയപ്പെടുത്തുന്നു. ഞാൻ വലിയ സംഭവമാണ്. ഓർത്തോണേ, ഞാൻ വലിയ സംഭവമാണ് അവൻ ഭയപ്പെടുത്തുമ്പോൾ. നിങ്ങൾ ആരാന്നറിയാവോ? യേശുവിൻ്റെ അധികാരമുള്ളവരാണ്. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവർ. ബ്രദറെ, കേൾക്കാൻ നല്ല രസമാണ് ബ്രദറെ. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നത്. പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ബൈബിളിൽ പറയുന്നത് പോലെ നമുക്ക് കയറാൻ പറ്റും. നമ്മളൊരു ഞായറാഴ്ച ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഞായറാഴ്ച ക്രിസ്ത്യാനിക്ക് ഒരു പരിധിക്കപ്പുറം വളരാൻ പറ്റത്തില്ല. കാര്യം ഞായറാഴ്ച മാത്രം നമ്മൾ ഭയങ്കര ക്രിസ്ത്യാനിയാണ്. പാട്ടും പ്രാർത്ഥനയും ഇറച്ചിയും മീനും ഭയങ്കര ബഹളവും ആരാധനയൊക്കെയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളൊരു സാധാരണക്കാരന് അല്ല. ഒരു ചെറിയ കാര്യം കാണുമ്പോൾ തന്നെ ചാടി ഇറങ്ങും നിങ്ങൾ. നിങ്ങൾക്ക് അധികാരത്തെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കും. ചെറിയൊരു കാര്യം ഹസ്ബൻഡ് പറയും, എൻ്റെ പുറത്തെന്തോ ചെറിയൊരു വേദന, നീ ആ ടൈഗർ ബാമിങ് കൊണ്ട് ഒന്ന് തിരുമിക്ക്. ഓടിച്ചെന്ന് ഇനി ഭർത്താവ് പറയുക പ്രാർത്ഥനയൊന്നും വേണ്ട, ആ ടൈഗർ ബാം തൂക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കൈവച്ചിട്ട് പറയും, യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവേ സൗഖ്യമാക്കണേ, കർത്താവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെടലുവേദന മാറ്റിത്തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇത് അധികാരമുള്ളവനല്ല, ഇത് ദൈവരാജ്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഏതോ ഒരു യാചകൻ്റെ പ്രാർത്ഥനയാണ്. അധികാരമുള്ളവൻ കൽപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് നിങ്ങളവിടെ എന്തോ സംശയാസ്പദമായി നിങ്ങളവിടെ നിൽക്കുക, നിങ്ങളിങ്ങനെ പമ്മിയും പരിമിയും നിൽക്കുക. ഉടനെ ഒരു പോലീസുകാരൻ വന്നിട്ട്, ചേട്ടാ എന്നാ പറ്റി ചേട്ടാ എന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത്. അല്ല, എന്നാ ഇവിടെ പ്രശ്നം, എന്നാ നിന്നിങ്ങനെ പരങ്ങുന്നത് എന്ന് ആ പോലീസ് ഓഫീസർ എന്ത് ചെയ്യും? അയാൾ ആ അധികാരത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ അകത്ത് നിൽക്കുന്നത് പോലെ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ചോദിക്കുക, ചേട്ടാ എന്നാ ചോദിച്ചാൽ ഒന്നുമില്ല, എന്നാ താൻ ആരാന്ന് ചോദിക്കും അല്ലേ, എന്നോട് ചോദിക്കാൻ. കണ്ടോ വ്യത്യാസം? മനസ്സിലായോ? ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഗ്യം നിങ്ങളുടെ ആയുധമാണ്. സൗഖ്യം സാത്താൻ്റെ ആയുധമാണ്. എപ്പോഴും ആരോഗ്യം നമ്മുടെ ആയുധമാണ്, രോഗം സാത്താൻ്റെ ആയുധമാണ്. അപ്പം ഇതിനെ ജയിക്കുവാൻ ബ്രദറെ എനിക്ക് ശക്തിയുണ്ട്, നിങ്ങൾക്കേ ശക്തിയുള്ളൂ. കാര്യം യേശു പറഞ്ഞു, സകലത്തിൻ്റെ മേൽ ശക്തിയും അധികാരവും കൊടുത്തു. ഇനി അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ ബ്ലോക്ക് ആക്കുന്ന, അതായത് ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാവേ. കാർണൽ മൈൻഡ്, ബൈബിളിൽ പറഞ്ഞു കാർണൽ മൈൻഡ് കൊണ്ട് സ്പിരിച്വൽ മൈൻഡ് ഉണ്ട്. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, 2-ാം അധ്യായത്തിൽ കാർണൽ മൈൻഡ്, സ്പിരിച്വൽ മൈൻഡ്. ഈ കാർണൽ മൈൻഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഈ ദൈവ അനുഗ്രഹത്തിലേക്ക് പോകാതിരിപ്പാൻ തക്കവണ്ണം നമ്മളെ തടസ്സപ്പെടുത്തും. പിശാചല്ല, കാർണൽ മൈൻഡ്, അതായത് ജഡമനസ്സ്. ഈ ജഡമനസ്സിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അധികാരിയാന്നുള്ള ബോധത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ ഭയപ്പെടുത്തുന്നവരാക്കി മാറ്റാൻ നോക്കും. ആമേൻ. അപ്പോൾ ഭയപ്പെടുത്തുന്നവരായി നിൽക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന മസിൽസിനെ ഒരു ജിമ്മിൽ പോയിട്ട് നിങ്ങൾ പുറത്തെടുക്കുന്നത് പോലെ എക്സസൈസുകൾ ചെയ്യണം. ചിലരുണ്ട് ബ്രദറെ, വലിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരുണ്ട്. വലിയ വിഷയം വരുന്നുണ്ട്, ഇല്ല അതിനു മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കുന്നു? അതിനു മുമ്പ് ഞാൻ ഒന്നുമില്ല ബ്രദറെ, അതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു തലവേദന വരുമ്പോൾ പോലും എന്തായാലും പാരസെറ്റാമോൾ തപ്പുമല്ലേ. ആ പാരസെറ്റാമോൾ തപ്പുന്ന ആ ഒരു 3-4 സെക്കൻഡിൻ്റെ അകത്തൊന്ന് കൈവെക്ക്. എന്തായാലും ടൈഗർ ബാം തപ്പി നടക്കുക തല തൂക്കാൻ വേണ്ടി. ആ തപ്പി കിട്ടുന്ന സമയത്തിൻ്റെ അകത്തോ അധികാരത്തിൽ നിന്ന് ഉപയോഗിച്ച് പഠിക്കും. ചിലപ്പോൾ അത് തപ്പി കണ്ടെത്തുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ഇരിക്കുന്ന ദൈവശക്തിയെ ഒന്ന് എക്സസൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുവാൻ നിങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആമേൻ. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഗാർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുക, ബ്രദറെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ രോഗം മാറുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറയും ആ ചോദ്യം നിങ്ങളുടെ അകത്ത് വന്നതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ തന്ത്രമുണ്ട്. രോഗം മാറുമോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. രോഗം മാറിയേ പറ്റത്തുള്ളൂ. രോഗം മാറിയേ പറ്റത്തുള്ളൂ. സൗഖ്യം വന്നേ പറ്റത്തുള്ളൂ. ആരോഗ്യം വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ബ്രദർ, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ? ഇതാണ് അധികാരം.
അധികാരമുള്ളവൻ വന്നിട്ട് അയ്യോ ചേട്ടാ എന്നെ ഉണ്ട് വിശേഷം, എന്താ കാര്യം എന്ന് ചോദിക്കത്തില്ല. അധികാരമുള്ളവൻ്റെ വാക്കുകൾക്കകത്ത് വ്യത്യാസമുണ്ട്. രാജാവ് സംസാരിക്കുന്നത് പോലെയല്ല ഒരു പ്രജ സംസാരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കിക്കോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, യേശു അവർക്ക് അധികാരം കൊടുത്തു. ഈ അധികാരം കൊടുത്തിട്ട് പിശാച് ഇളകുമ്പോൾ നിങ്ങൾ പോയി പറയുക എൻ്റെ പൊന്നു സാത്താനെ ഒന്ന് പോയിത്താ എന്ന് പറയേണ്ട കാര്യമില്ല. സാത്താൻ പറയും ഇവൻ അധികാരമൊന്നും ഉള്ളവനൊന്നുമല്ല, ഇവൻ പറയുന്നത് എന്തുവാ, ഒന്ന് പോയിത്താന്ന്. അപ്പം ഇവൻ ആരാ? ഇവൻ എന്തു പറയുന്നത്? ഇവൻ ദൈവരാജ്യത്തിലുള്ളവനൊന്നും അല്ല. ദൈവരാജ്യത്തിലുള്ളവൻ കൽപ്പിക്കുമെന്ന് പിശാചിനറിയാം. കണ്ടോ, പിശാച് എന്തുകൊണ്ടാണ് വിട്ടുമാറാത്തത്? നിങ്ങളുടെ അകത്തിരിക്കുന്ന ഉറപ്പിൻ്റെ കുറവാണ്. അയ്യോ ബ്രദറെ എനിക്ക് ഉറപ്പില്ലെന്നാണോ ബ്രദർ പറഞ്ഞത്? ഉറപ്പെന്ന് ഞാൻ പറയുന്നത് അധികാരമുള്ളവൻ്റെ വാക്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, പിശാചിന് നിങ്ങളുടെ മനസ്സ് കാണാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ മനസ്സിലുള്ളത് പിശാചിന് അറിയത്തില്ലെന്ന് പറ. എന്റെ മനസ്സിലുള്ളത് പിശാചിന് അറിയത്തില്ല. അവൻ്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അറിയാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ. ഓ എൻ്റെ ബ്രദറെ, പിശാച് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ആൻറ്റി, എനിക്കറിയാവുന്ന ഒരു ആൻറ്റി എപ്പോഴും പറച്ചില്ല. ഞാൻ എപ്പോൾ കണ്ടാലും നഖചിതാന്തം എതിർക്കുന്ന ഒരു ആൻറ്റിയാണ്. സ്നേഹബന്ധം ഉള്ളതുകൊണ്ടാട്ടോ, അല്ലാതെ ദേഷ്യത്തിലൊന്നുമല്ല. പിശാച് എൻ്റെ വഴി മൊത്തം അടച്ചു വെച്ചിരിക്കുക. പിശാചിൻ്റെ മനസ്സിലായി ഇത് ദൈവരാജ്യത്തിൽ കിടക്കൊന്നുമല്ല, അത് ആ പറമ്പിൽ പോലും ഉള്ളതൊന്നുമല്ല. കാര്യം ഞാൻ വഴി അടയ്ക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇതെൻ്റെ വിശ്വാസിയാണ്. കണ്ടോ, സാത്താൻ പറയും ഇതെൻ്റെ വിശ്വാസിയാണ്. കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വാസം ഉടനെ പറയും സാത്താൻ എത്ര മതിൽ കെട്ടിയാലും എരിഹോം കോട്ട ഇടിച്ചതുപോലെ ഞാൻ അതിനെയൊക്കെ ഇടിച്ചു കളയും. കാര്യം ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ എനിക്ക് അധികാരം ഉണ്ട്. അധികാരത്തെ എക്സിക്യൂട്ട് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ ദിവസവും എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു നിസ്സാരമെന്ന് തോന്നുന്ന ഒരു തടസ്സത്തെ നിങ്ങൾ ഈ അധികാരത്തെ ഉപയോഗിച്ച് പഠിക്കണം. നിസ്സാരമോ ബ്രദറെ അതൊരു ചെറിയ കാര്യം വേണ്ട, ഒന്ന് കൈവെക്ക്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിലും കയറി കൈവെക്കുന്നവരാകും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ ഒരു നിങ്ങൾക്കറിയാം, ഈ പട്ടാളക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാലും ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരിങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി ടേബിളിലൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിലൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ച ഉടനെ എന്ത് ചെയ്യും, ആ പാത്രമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കൈ കഴുകാൻ വേണ്ടി ഓടി കസേരയൊക്കെ ഉന്തി തള്ളി മാറ്റി നമ്മൾ എണീറ്റങ്ങ് പോകും അല്ലേ? പക്ഷേ ഇവർ വരുന്നൊരു സ്റ്റൈൽ നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. ഇവർ വരുമ്പോൾ തന്നെ ഉടനെ കസേര ഇങ്ങനെ നീക്കുന്നതിലൊരു പ്രത്യേക രസമുണ്ട്. ചിലപ്പോൾ അത് റിട്ടയർഡായ പട്ടാളക്കാരനായിരിക്കും. അത് പയ്യെ ഒച്ച ഉണ്ടാക്കാതെ വലിച്ച് നീക്കി അതിലിരുന്നതിന് ശേഷം മുമ്പോട്ടൊരു വലി, എന്നിട്ട് കറക്റ്റ് ക്ലോസ് ആയിട്ട് വെക്കുന്നു. കഴിച്ചതിന് ശേഷം നമ്മൾ കൈ കഴുകാൻ വേണ്ടി ധൃതി വെച്ച് കസേരയൊക്കെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് എണീറ്റ് പോകുമ്പോഴേക്കും അവർ പയ്യെ എണീറ്റ് ആ കസേര ഒന്ന് മുമ്പിലോട്ട് തള്ളി വെച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല? ബൈ പ്രാക്ടീസ്. അവർ ദിവസവും അത് പ്രാക്ടീസ് ചെയ്തു. അവരുടെ ഉള്ളത്തിൽ അതൊരു ശീലമായി മാറി. ഇനി അവർ മരിച്ചാലും ആ ശീലം മാറത്തില്ല. നമ്മളുടെ ചുട്ടയിലെ ശീലം ചുടല വരെ. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസം പ്രവർത്തിക്കാൻ കഴിയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തെ എക്സസൈസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധം നിങ്ങളിലേക്ക് നല്ല അവയർനെസ്സിനെ തരുന്നില്ല അവൻ. നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? കൊച്ചിൻ്റെ വിഷയം ബ്രദറെ മാറുന്നില്ല, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്ക്. അപ്പം മാറാതെ വന്നപ്പോഴല്ലേ നമ്മൾ ആയുധം എടുത്തത്. അതിൻ്റെ കാര്യം എന്തെന്നറിയാവോ? അവന് നിങ്ങൾ കോട്ട കെട്ടുവാൻ അനുവദിച്ചുകൊണ്ടിരിക്കുക. അവൻ ശക്തനല്ല കേട്ടോ. അവൻ്റെ എത്ര വലിയ കോട്ടകളെയും ഇടിക്കുവാൻ നിങ്ങൾക്ക് ശക്തിയുള്ളവരാ നിങ്ങൾ. പക്ഷെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല. ഇതൊന്നും എല്ലാം കേൾക്കുന്നവരെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേട്ടങ്ങ് നിങ്ങൾ പുഷ്ടി പ്രാപിച്ചിരിക്കുക. വല്ല ഗുണമുണ്ടോ? അതുമില്ല. ഇവിടെ നോക്കിക്കേ, ആരെങ്കിലും പറയുവാണ് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ആരോ പ്രസംഗിച്ച് ആ രോഗം അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ദൈവത്തെ നീ ആരാധിക്കുന്നു പറഞ്ഞാൽ, ഇല്ല സഹോദര, സൗഖ്യം എൻ്റെ അവകാശമാണ്. സൗഖ്യമാകുന്നത് വരെ ഞാൻ എൻ്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇനി സൗഖ്യമാകുന്നത് വരെ എന്നൊരു പദം ബ്രദർ അവിടെ ഉപയോഗിച്ചു അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് 12-ാം അധ്യായത്തിൻ്റെ അകത്തൊരു വാക്യമുണ്ട്. ഒരു വിധവയായ സ്ത്രീയെപ്പറ്റി യേശുക്രിസ്തു ഉപമ പറയുന്നുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. ആ സഹോദരിയുടെ ഉപമയെപ്പറ്റി ലൂക്കോസ് 18:1 അല്ലേ, അവിടെ പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. അപ്പോൾ ഈ മടുപ്പ് എന്നുള്ളത്
യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചാണ് മടുപ്പുകൾ. എന്തുകൊണ്ട് അങ്ങനെ ഒരു മടുപ്പ് ബ്രദറെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആദ്യത്തെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ അത്ഭുത സൗഖ്യം നടക്കും, ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത സൗഖ്യം നടന്നില്ല, അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം കെട്ടുപോയി. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കാർണൽ മൈൻഡ്, അതായത് നമ്മുടെ ജഡ മനസ്സെന്നുള്ള സംഭവം നമ്മൾ പോലും അറിയാതെ നമ്മൾ കേട്ട് പഴകിയ എന്തൊക്കെയോ കൺസെപ്റ്റുകൾ, എന്തൊക്കെയോ ചിന്തകൾ, ഇത് നമ്മുടെ ഉള്ളത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. അത് പിശാചിൻ്റെ ബ്ലോക്കല്ല, മൈൻഡിൻ്റെ ഒരു ബ്ലോക്കുണ്ട്, മനസ്സിൻ്റെ ഒരു ബ്ലോക്കുണ്ട്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്പവിശ്വാസികളെ. അവരെ യേശു ഒരിക്കലും പറഞ്ഞില്ല പിശാചിൻ്റെ മക്കളെ എന്ന് വിളിച്ചില്ല. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു സംശയിച്ചു? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. ഇങ്ങനെ പലയിടങ്ങളിൽ യേശുക്രിസ്തു അവരെ ശകാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഒരു സ്ഥലത്ത് പോലും യേശുക്രിസ്തു അവരുടെ മേൽ പൈശാചിക ബന്ധനമുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കാർണൽ മൈൻഡ് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ പല തെറ്റായ കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്, നമുക്കത് അറിയത്തില്ല. അതുകൊണ്ട് തെളിവ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സ്വപ്നം കാണുന്ന സമയങ്ങളിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നിങ്ങൾ പണ്ട് നടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ല. പക്ഷേ ഏതൊക്കെയോ സ്വപ്നങ്ങളുടെ വലിയൊരു ആഴമായ ഒരു സമയത്ത് നമ്മൾ പണ്ട് കണ്ട അന്നത്തെ ദിവസത്തിലെ ചില കാഴ്ചകൾ പെട്ടെന്ന് സ്വപ്നത്തിലൂടെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? പക്ഷേ നിങ്ങൾ എത്ര ഓർത്താലും അത് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഏതോ ഒരു സ്വപ്നത്തിൽ എന്ത് ചെയ്യും? ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഓർമ്മയുണ്ട്? ആ, നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തലമുണ്ട്. അപ്പോൾ മനസ്സിലായോ? നമ്മൾക്കൊരു മൈൻഡുണ്ട്, നമുക്കൊരു മനസ്സുണ്ട്, ജഡ മനസ്സുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത ബ്ലോക്കുകളെ സൃഷ്ടിക്കും. ഈ ബ്ലോക്കുകളെയാണ് മടുപ്പുകൾ എന്ന് പറയുന്നത്. നോക്കിക്കോണേ, മടുപ്പുകൾ. ഈ മടുപ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മടുപ്പിന് ഓരോ തവണ ഇത് വെളിപ്പെടും തോറും ഇതിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. മടുപ്പിൻ്റെ പ്രത്യേകത ശക്തി കുറയും. വചനത്തിന് ശക്തി കുറയത്തില്ല. വചനത്തിന് എപ്പോഴും ആ ശക്തി നിലനിൽക്കും, മടുപ്പിന് ശക്തി കുറയത്തില്ല. തെളിവ് ഞാൻ പറയാം. യെരിഹോ കോട്ട ഇടിക്കുവാൻ വേണ്ടി എത്ര വട്ടം അവരതിനെ വലം വെച്ചു? എത്ര വട്ടം യെരിഹോ മതിലും വീഴാൻ വേണ്ടി വട്ടം? 7 പ്രാവശ്യം. ആ, എത്ര പ്രാവശ്യം? ഒന്നുകൂടെ പറഞ്ഞേ. 17 ആണോ 7 ആണോ 28 ആണോ 45 7 ആണോ? പ്രാവശ്യം. 7 പ്രാവശ്യം. പിന്നെ അതൊന്ന് കൺഫേം ചെയ്തിട്ടില്ല. 6 ദിവസവും 7-ാം ദിവസം 7 പ്രാവശ്യം. ആ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പം ഈ 7 വട്ടം ഞാൻ ചിന്തിച്ചോട്ടെ, 1-ാം വട്ടം എന്തുകൊണ്ടത് വീണില്ല? 2-ാം വട്ടം എന്തുകൊണ്ട് വീണില്ല? 3-ാം വട്ടം എന്തുകൊണ്ട് വീണില്ല? 4-ാം വട്ടം എന്തുകൊണ്ട് വീണില്ല? 5-ാം വട്ടം എന്തുകൊണ്ട് വീണില്ല? 6-ാം വട്ടം എന്തുകൊണ്ട് വീണില്ല? 2, നമുക്കറിയാം, പഴയ നിയമം വായിക്കുമ്പോൾ ഏലീഷ തൻ്റെ ഏകസിയോട് പറയുന്നുണ്ട്, നീ പോയി വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കാണുന്നുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. 1, 2, 3, 4, 5, 6, 7-ാം വട്ടമാണിത് കാണുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പല സമയങ്ങളിൽ ലേറ്റ് ആകുന്നു? ഓർത്തോണേ, ഈ ലേറ്റ് ആകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, യെരിഹോ കോട്ടയുടെ ഓരോ തവണ അവർ പാസ് ചെയ്യുമ്പോഴും ദൈവം പറഞ്ഞതിന് സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയും ഈ കോട്ടയുടെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ കാർണൽ മൈൻഡിൽ കയറി കൂടിയത് നമുക്കറിയത്തില്ല ബ്രദറെ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല ബ്രദറെ. പലരും പറയും എനിക്കൊരു പേടിയില്ല ബ്രദറെ. ആ പുള്ളീനെ ആയിട്ട് 2 മണിക്ക് ശവക്കോട്ടയെ കൊണ്ട് നിർത്തിക്കേ, പേടിച്ച് കിടന്ന് നിലവിളിച്ച് വേണ്ട, ആ സമയത്ത് ചെറിയ ഉറുമ്പ് കടിച്ചാലും മതി. അപ്പം നമുക്ക് പേടിയില്ല എന്ന് പറയുകയും രാത്രി 2 മണിക്കൊരു ശവക്കോട്ട നിൽക്കുമ്പോൾ നമ്മൾ പേടിച്ചോടും. കണ്ടോ? അപ്പോൾ പകലില്ലാത്ത ഭയം എപ്പോൾ രാത്രി പൊങ്ങി വന്നു? കാര്യം മനസ്സ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അനുദിനം ഇതിനെ ജയിക്കുവാനൊരു വഴിയെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സാമ്പത്തിക അനുഗ്രഹം വരാൻ വേണ്ടി ബ്രദറെ ഞാൻ വലിയ കടഭാരത്തിൻ്റെ അകത്താ, എനിക്ക് വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് പറയാതെ ദിവസവും നിങ്ങൾ ആ പോക്കറ്റിലും എന്തായാലും പേഴ്സ് എടുക്കും.
എന്തായാലും ഷർട്ട് ഇടുമ്പോൾ പോക്കറ്റ് എൻ്റെ അകത്തുണ്ട്, എന്തായാലും ATM എടുത്ത് നോക്കും, എന്തായാലും പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരുമ്പി നോക്കും. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ദരിദ്രനല്ല, ക്രിസ്തുവിൽ ബഹുസമ്പന്നന, അബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്, ക്രിസ്തുവേശു ഞാൻ ബഹുസമ്പന്നൻ, ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വെയ്തറി കൊടുക്കും. ഒന്ന് എക്സസൈസ് ചെയ്തേ, ഇത് വർദ്ധിക്കട്ടെ എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നിങ്ങൾ ദൈവവചനത്തെ, അതായത് ദൈവശക്തിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ദൈവശക്തി പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ അകത്താണ്. വിശ്വാസം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ കൂടെയാണ്. കേൾക്കുന്നത് എന്തായിരിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്കുണ്ട്, ശക്തി നിങ്ങൾക്കുണ്ട്. ഇത് സർവത്തിൻ്റെ മീതെയും നിങ്ങളാണ്. ആരേലും പറയാം, ബ്രദറെ ഞാൻ ഇന്നലെ 1 വർഷമായിട്ടുള്ള ബ്രദറെ ഞാൻ വിശ്വാസി വന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ ശക്തി. എൻ്റെ പ്രിയരെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു SI എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റ് എഴുതി, ഫിസിക്കൽ ടെസ്റ്റ് എഴുതി, അദ്ദേഹം ഒരു SI ആകുമ്പോൾ പുള്ളി പറയും, ഞാൻ ഇന്നലെ ചാർജ് എടുത്തുള്ളൂ, ഇനി ഒരു 10 വർഷമാകുമ്പോഴേക്കും ഞാൻ വലിയൊരു SI ആയി വലിയൊരു സംഭവമായിട്ട് മാറും എന്നൊരു SI പറയുമോ? അതോ അദ്ദേഹം ചാർജ് എടുത്ത നിമിഷം മുതൽ അദ്ദേഹം SI ആണോ? അല്ലയോ? പറ. അദ്ദേഹത്തിന് ഗവൺമെന്റ് അദ്ദേഹത്തെ ഒരു പോലീസ് ഓഫീസറായി SI ആയി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴല്ല അദ്ദേഹം SI ആകുന്നത്. അധികാരം ലഭിച്ച മുതൽ അധികാരം. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് അത്രയും ബ്രദറിൻ്റെ അത്രയും ശക്തി. എല്ലാവരും പറയും ബ്രദറിൻ്റെ അത്രയും ശക്തി എനിക്കില്ല. ഇതാണ് പിശാചിൻ്റെ തന്ത്രം, ഇതാണ് അവൻ്റെ തന്ത്രം. നിങ്ങൾക്ക് വലിയ ശക്തിയില്ല, ബ്രദറിന് ഭയങ്കര ശക്തിയാണ്. കണ്ടോ, പിശാച് പറയും, കണ്ടോ ഞാൻ പറഞ്ഞത് അതുപോലെ അവൻ വിശ്വസിച്ചു, യേശു പറയുന്നതിന് അതുപോലെ അവിശ്വസിച്ചു. ഇപ്പം നിങ്ങൾ ആരുടെ കൂട്ടുകാരനാണ്? പിശാചിൻ്റെ കൂട്ടുകാരനല്ല, ഞാൻ യേശുവിൻ്റെ കൂട്ടുകാരനാണ്, ദൈവത്തിൻ്റെ വിശ്വാസി. എനിക്ക് അധികാരമുണ്ട്, ഞാൻ പറഞ്ഞാൽ ഭൂതങ്ങളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. കണ്ടോ ബ്രദറെ, അങ്ങനെയല്ല ഞങ്ങൾ പഠിച്ചേക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക ഒരു കൃപയുണ്ടെന്ന്. അത് നിങ്ങളെ പഠിപ്പിച്ചത് ദൈവവുമല്ല, പരിശുദ്ധാത്മാവുമല്ല, പിശാചിൻ്റെ കൂട്ടുകാരൻ പഠിപ്പിച്ചതാ. കണ്ടോ ബ്രദറെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകുമോ ബ്രദറെ? അതെന്നെ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നില്ല ബ്രദറെ. രോഗം എൻ്റെ ജീവിതത്തിൽ മാറിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ബ്രദറെ? ഞാൻ പറഞ്ഞ രോഗം മാറാത്തതിൻ്റെ കാരണം പിശാചിൻ്റെ ശക്തിയല്ല, പകരം കാർണൽ മൈൻഡിൽ നമ്മൾ പോലും അറിയാത്ത എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കിടപ്പുണ്ട്. നിങ്ങളുടെ കുഴപ്പമല്ല, നമുക്ക് മാത്രമല്ല, ശിഷ്യന്മാർക്കും അതുണ്ടായിരുന്നു. അവർ കാറ്റിനെ കണ്ടു, കടലിനെ കണ്ടു, ഭയപ്പെട്ടു. അവർക്ക് യേശു അധികാരം കൊടുത്തതാണ്. പക്ഷെ അവർ പറഞ്ഞു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ അകത്ത് എവിടെയൊക്കെയോ അവർ നശിക്കാനുള്ളവരാണെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അവർ കണ്ട കാറ്റും കടലും ഇവരെക്കാൾ ശക്തനാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. യേശു വന്നിട്ട് പറഞ്ഞു, കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും എനിക്ക് അധികാരമുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. അവരൊന്നും കർത്താവ് ഞങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആ ഭൂതം രോഗം വിട്ടുപോയില്ല? യേശു പറഞ്ഞു, അല്പവിശ്വാസികളെ, കടുകുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ നീ മുമ്പിൽ നിൽക്കുന്ന മലയുണ്ടല്ലോ, പോകാൻ റെഡിയ. കാര്യം അവൻ പേടിച്ച് നിൽക്കുക മല. ഈ അധികാരമുള്ളവൻ മിണ്ടരുതേ എന്ന് മല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിശാചിനോട്. പിശാചേ, അവൻ്റെ അകത്ത് എന്തേലും ഒരു ചിന്ത കൊടുക്ക്. അവൻ അധികാരമൊന്നും ഇല്ലാത്തവനാണ്, അവനൊരു സാധാരണക്കാരനാണ്, അവനൊന്നിനും കൊള്ളാത്തവനാണ്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്ന് നീ പോയി പഠിപ്പിക്കുക പിശാചേ എന്ന് ആ വിഷയം പിശാചിനോട് പറയുമ്പോൾ അവൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ ചിന്തയിടുക. നീ ശക്തനല്ല, നീ പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ വചനം പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, നിൻ്റെ കുടുംബജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചിരിക്കുക. നിങ്ങൾ തിരിച്ചു പറ, പിശാചേ, നിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്, നിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ അധികാരമുണ്ട്, നിന്റെ ശക്തിയെ തകർക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, എനിക്ക് യേശു തന്ന അധികാരമുണ്ട്. ആമേൻ. ഈ അധികാരത്തിൻ്റെ അകത്ത് നിന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുവാൻ? വിളിച്ചു പറയുവാൻ. അപ്പോൾ ബ്രദറെ, ഞാൻ ഇന്ന് ഓടിപ്പോയി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബ്രദറെ, പക്ഷേ ആ വ്യക്തിക്ക് സൗഖ്യമൊന്നും കണ്ടില്ല ബ്രദറെ. ഹല്ലേലൂയ. അടുത്ത ചോദ്യമാണ്, ആ വ്യക്തിക്ക് സൗഖ്യമൊന്നും കണ്ടില്ല ബ്രദറെ. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, സാരമില്ല, യേശു നിന്നെ വിടുവിക്കും. നാളെയും ചെല്ലണം, പിറ്റേ ദിവസവും ചെല്ലണം. അവൻ്റെ മനസ്സിൻ്റെ അകത്തിരിക്കുന്ന സൗഖ്യത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ,
ആ വ്യക്തി സൗഖ്യമാകാത്തത് നിങ്ങളുടെ കുഴപ്പമല്ല. പകരം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് ചിലപ്പം കോട്ടകൾ കിടപ്പുണ്ട്. ഞാൻ പണ്ടത് എടുത്തായിരുന്നു. മനസ്സിൻ്റെ അകത്ത് കോട്ടയുണ്ട്. ഞാനത് പറഞ്ഞു തരാം, അവസാനിപ്പിക്കാം. ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കുറേ ആൾക്കാർ വന്നു. കർത്താവ് ആ പട്ടണത്തിൽ അത്ഭുതം ചെയ്തില്ല. എന്താണ് കാരണം? യേശു ഒരു സ്ഥലത്ത് അത്ഭുതം ചെയ്തില്ല. എന്താ കാരണം? അവരുടെ അവിശ്വാസ നിമിത്തം യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തില്ല. യേശുവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, യേശുവിന് അധികാരമില്ലാഞ്ഞിട്ടല്ല. അവരുടെ ഉള്ളത്തിൻ്റെ അകത്ത് അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അവരുടെ മനസ്സിൻ്റെ അകത്ത് തെറ്റായ കൺസെപ്റ്റുകൾ കിടപ്പുണ്ടേ. കണ്ടോ? ഇത് പലരും പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമായില്ലേ പറയും, ബ്രദറെ എനിക്കുള്ള കൃപയില്ല ബ്രദറെ. ഞാൻ ഒരു കൃപയ്ക്കല്ല ഇവിടെ പ്രാധാന്യം, അധികാരത്തിനാണ്. ഇവിടെ നോക്കിക്കേ, ശക്തിയും അധികാരവും തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ അധികാരം നമുക്ക് ലഭിച്ച വ്യക്തികൾ അധികാരത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം ചില രോഗികൾ സൗഖ്യമാകുന്നില്ല, ചിലർ സൗഖ്യമാകുന്നു. അതിൻ്റെ കാരണം അവർക്ക് കൂടുതൽ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണ്ട. അവരുടെ മനസ്സിൻ്റെ അകത്ത് എവിടെയൊക്കെയോ കാർണൽ മൈൻഡ് കൊണ്ട് അതിനെ വളർത്തി വലുതാക്കി വെച്ചിരിക്കും, എരിഹോൻ കോട്ട പോലെ. പേടിക്കണ്ട. നിങ്ങൾ ഓരോ തവണ വചനം പറഞ്ഞ് അവരുടെ മേൽ കൈവെക്കുന്ന സമയത്ത് അതിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളത്തിൽ വിശ്വാസം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനുദീനം പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാതെ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കരയുക, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല ബ്രദറെ, എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, എൻ്റെ കഴിവുകേട് കൊണ്ടായിരിക്കാം, എനിക്ക് ഒത്തിരി കുറവുണ്ട് ബ്രദറെ, അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കാതെ നിർത്ത് പരിപാടി. അധികാരമുള്ളവനെ പോലെ സംസാരിക്കുക. പിശാച് വട്ടം കൂടുന്നത് ചിരിക്കുക. ഇവിടുന്ന് വന്ന മനുഷ്യനായത്. ഹല്ലേലൂയ. അപ്പം സൗഖ്യം എന്നുള്ളത് നിങ്ങളുടെ ആയുധം. രോഗം പിശാചിൻ്റെ ആയുധമാണ്. സൗഖ്യം ആകണം. നിങ്ങൾ പിടിച്ചു കെട്ടണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ബലവാനെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ലൂക്കോസ് 9-ാം അധ്യായത്തിൽ നിൽക്കുവാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ധ്യാനിക്കും. ആരോഗ്യം, ഒരു കോംപ്രമൈസും വേണ്ട കേട്ടോ. ബ്രദറെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് രോഗം മാറുമോ? രോഗം മാറിയിരിക്കും. രോഗം മാറും. കാര്യം വചനത്തിന് മാറാൻ പറ്റത്തില്ല പ്രിയരെ. ബൈബിൾ വചനം കർത്താവ് പറയാം, സോറി സഹോദരങ്ങളെ, ഞാൻ അന്നൊരു അബദ്ധത്തിൽ എഴുതിയതാണ് പൗലോസിനെ കൊണ്ട് അല്ലെങ്കിൽ ഇരമ്യാവിനെ കൊണ്ട്. ഇന്ന് കാലം മാറിയില്ലേ, 2019 ആയില്ലേ, 2025 ആയില്ലേ എന്ന് തമ്പുരാൻ പറയത്തില്ല. തമ്പുരാൻ 2025 ആണെങ്കിലും 2040 ആണെങ്കിലും ലോക അവസാനമാണെങ്കിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിയും പുള്ളിക്കും മാറ്റം വരത്തില്ല. ഞാൻ അവർക്ക് ആരോഗ്യം വരുത്തും. ഞാൻ അവർക്ക് രോഗശാന്തി കൊടുക്കും. ഞാൻ അവരുടെ രോഗങ്ങളൊക്കെയും സൗഖ്യമാക്കും. യേശു പറഞ്ഞു സകല ഭൂതങ്ങളുടെ മേലെ. അപ്പം ഇനി മുതൽ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓർത്തോ, എൻ്റെ പിന്നിലൊരു പിശാചുണ്ട്. ആഹാ, ഇതാ എൻ്റെ കാരണമല്ലേ. ആധികാരത്തോടെ പിശാചേ, ഈ വിഷയത്തിൻ്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ടപിശാചേ, നിന്നെ ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോന്ന് പറയണം. ഒന്ന് പറഞ്ഞിട്ട് ഇവൻ നാണമില്ലാത്തവനാ, ഇവൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകത്തില്ല, പിന്നെയും കയറി കൂടാൻ വേണ്ടി നോക്കും. അവനെ ചവിട്ടി. അതുകൊണ്ടാണ് ട്രാമ്പിൾ ചെയ്യുക എന്നൊരു വാക്ക് കണ്ടോ. ട്രാമ്പിൾ ചെയ്യുക, ചവിട്ടുക, ട്രാമ്പിൾ ചെയ്യുക. അവനെ ചവിട്ടി നിങ്ങൾ അരച്ചു മാറ്റുന്നവരാകണം. അവനൊന്ന് പറയുന്നതിന് നാണമില്ലാത്ത വ്യക്തിയാണ്ട് മാറത്തില്ല. അവൻ പിന്നെ അവിടെ നിൽക്കാൻ നോക്കും. നിങ്ങൾ അവനെ ട്രാമ്പിൾ ചെയ്യാനാണ് യേശു പറഞ്ഞത്. ചവിട്ടി മെതിക്കുവാൻ അധികാരമുണ്ട്. അപ്പം നമ്മുടെ ചില ആൾക്കാർ പറയും അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട്. നമ്മൾ ഒത്തിരി പേരെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ വാക്കിംഗ് കൊണ്ട് തമ്പുരാൻ അങ്ങ് ലോക്ക് ചെയ്തു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും, ലൂക്കോസ് 10:19, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. ഒരു ദോഷവും വരുത്തത്തില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിച്ചാട്ടെ. ആരാധന യേശുവേ. നന്ദി പിതാവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നന്ദി പറഞ്ഞാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ. എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് അവിടെ പോസ്റ്ററുകൾ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന UK ഈസ്റ്റ് ഹാമിൽ നടക്കുന്നുണ്ട്. കഴിവതും ആൾക്കാർ അതിലുള്ള ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിരുന്നോണേ. ആ ലൊക്കേഷൻ അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ UK പരിശുദ്ധാത്മാവിൽ പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ്
ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. അതിൽ നിങ്ങൾ പങ്കുചേരുക. യേശു നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സകല വിഷയത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്ക് കർത്താവിൻ്റെ ദൈവശക്തിയുടെ വലിയൊരു തലത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈസ്റ്റ് ഹാമിൽ, ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുന്നു സെപ്റ്റംബർ 27-ന്. അത് നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ആരെങ്കിലും ഇനി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ കഴിയാതിരിക്കുന്ന ആൾക്കാരോട് പറയണം, അന്ന് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടും പിടിച്ചുകൊണ്ടിരുന്നോളാൻ പറ. ദൈവരാജ്യത്തിൻ്റെ നന്മയിലേക്ക് പ്രവേശിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും നന്ദി പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഇന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അകത്ത് ഇത് നമ്മൾ ഇന്ന് രാത്രിയിൽ അന്യഭാഷാ പ്രാർത്ഥന നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. സെയിം ലിങ്ക് തന്നെയാണ് ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ അന്യഭാഷയോടെ പ്രാർത്ഥിക്കാം. വലിയ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആത്മതലങ്ങൾ, ദൂതന്മാരെ കാണുന്ന ദൈവികമായിട്ടുള്ള ഏഞ്ചലിക് വിസിറ്റേഷൻ മാത്രമല്ല, സ്പിരിച്വൽ തലങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആത്മമണ്ഡലങ്ങളിലേക്ക് അസാധാരണമായിട്ടുള്ള പ്രൊവിഷനുകളെ ആക്റ്റീവാക്കുന്ന മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇൻ ദ നെയിം ഓഫ് ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ ചാടി കൈവച്ച് എന്നിട്ട് പറ, സൗഖ്യമായാലും ഇല്ലേലും ഞാൻ യേശുവിനെ സ്തുതിക്കുമെന്ന് പറഞ്ഞ വാക്ക് ക്യാൻസൽ ചെയ്തേ. സൗഖ്യമായാലും ആയില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു, ഞാൻ പറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണം, അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സൗഖ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവമാണ് എൻ്റെ ദൈവം. അവൻ എന്നെ വിടുവിക്കുന്ന കർത്താവാണ്, അവൻ എന്നെ രക്ഷിക്കുന്ന. അങ്ങനെ എന്തായാലും പറഞ്ഞു. നിങ്ങളെ നമ്മൾ പോലും അറിയാതെ സ്വോത്രം പറഞ്ഞപ്പോൾ നിങ്ങളുടെ അകത്ത് മനക്കോട്ടകൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇടിച്ചു കളയാതെ പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയരെ. ഈ ദിവസങ്ങളിൽ ഞാൻ നാളെ മുതൽ ചോദിക്കും, നിങ്ങൾ എത്ര പേര് ഏതൊക്കെ വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചു എന്ന്. രാവിലെ മുതൽ കണ്ട വിഷയത്തിലെല്ലാം ആരെല്ലാം കയറി കൈവച്ചോണം, ഒന്നും പേടിക്കണ്ട. കൈവച്ചാൽ തിരിച്ചടിക്കാൻ അവന് ശക്തിയില്ല പ്രിയരെ. നിങ്ങളാണ് ശക്തർ. യേശുവിൻ്റെ അധികാരമുള്ളവനാണ് കൈവെക്കേണ്ടത്. നാളെ മുതൽ ചെറിയ വിഷയം, ബ്രദറെ അതൊന്ന് ആ പാത്രം എടുത്തപ്പോൾ കൈ ഒന്ന് പൊള്ളി, ഞാൻ എന്ത് ചെയ്തു, വെളിച്ചെണ്ണ തൂത്തു. ആ വെളിച്ചെണ്ണ തൂക്കുന്നതിനെ വന്ന് കൈവച്ച് പറ, യേശുവിന് അതൊരു പാടുപോലും കാണത്തില്ല. തുടങ്ങിക്കേ, അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞ് തുടങ്ങിക്കേ. കാണാൻ പറ്റും പ്രത്യക്ഷമായിട്ടൊന്ന്. അകത്ത മനുഷ്യൻ പൊടി പിടിച്ച് കിടക്കുക, ആ ദൈവശക്തിയൊക്കെ പൊടി പിടിച്ച് കിടക്കുക. ഒന്ന് പുറത്തെടുത്തേ. ആ ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിക്കേ. യേശുവിൻ്റെ നാമത്തിൽ തുടങ്ങിക്കേ. ആ ചെറിയ ബ്രദർ, എൻ്റെ വിരലിൻ്റെ ചെറിയൊരു വേദനയുള്ളൂ, അത് കുഴപ്പമില്ല, കൈവെക്ക് യേശുവിൻ്റെ നാമത്തിൽ. വെക്ക് ഇപ്പം മുതൽ തുടങ്ങിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത്, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ വലിയ കടഭാരത്തിൽ കൈവെക്കുക. പേഴ്സ് എടുത്തിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വാരി വിതറി ഇതിൻ്റെ അകത്തുനിന്ന് കൊടുക്കാൻ വേണ്ടി പോവുക. ആ പേഴ്സിനോട് പറ, നിറയാൻ വേണ്ടി പോവുക. ആരോഗ്യം എൻ്റെ അവകാശമാണ്. ഈ സമയത്ത് രോഗികളൊന്ന് കൈവച്ച് ഞാനിപ്പോൾ ചോദിക്കും, സൂമിലുള്ളവരോട് ചോദിക്കും, കർത്താവ് യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കും. പറ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. പറഞ്ഞ് ആ രോഗം യേശു ക്രൂശിൽ വഹിച്ചത് എനിക്ക് പറ്റത്തില്ലെന്ന് പറ. ജീവിതകാലം മുഴുവൻ ഹോസ്പിറ്റലിൽ, ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ സയൻസിനെ കുറ്റം പറയല്ലോ കേട്ടോ, നാളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ജീവിതകാലം മുഴുവൻ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ എനിക്ക് സമയമില്ലെന്ന് പറ. എനിക്ക് സമയമില്ല, എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഓടണം, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് ഓടണം. അതുകൊണ്ട് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആരോഗ്യം, രോഗിയെ കണ്ടാൽ നിങ്ങൾക്ക് മാത്രമേ സൗഖ്യമാക്കുവാനുള്ള ശക്തി ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പഞ്ചായത്തിൽ ആ ശക്തിയുള്ളൂ. വേറെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ട്. നിങ്ങൾ പറ, എൻ്റെ രാജ്യത്ത്, എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത് ഞാനാണ് സൗഖ്യമാക്കുവാൻ ശക്തി ലഭിച്ചയാൾ. യേശുവിൻ്റെ അധികാരി ഞാനാണ്. ഭൂതങ്ങളെ ഓടിക്കുന്ന വ്യക്തി ഞാനാണ്. രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരം ലഭിച്ചത് എനിക്കാണ്. കർത്താവേ, ഇന്ന് ആ അധികാരമുള്ളവൻ മറഞ്ഞിരിക്കരുതേ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ചാടി ഇറങ്ങ്. നിങ്ങളിലൂടെ വലിയ സാക്ഷ്യങ്ങൾ തുറക്കാൻ വേണ്ടി പോവുക. പട്ടണങ്ങളിൽ നിങ്ങളൊരു സംസാര വിഷയമാകാൻ വേണ്ടി പോവുക. അനേകർക്ക് നിങ്ങളൊരു അതിശയമാകാൻ വേണ്ടി പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം. കൈയൊന്ന് വെച്ച് ഞാനിപ്പം രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുമല്ല, നമ്മൾ കൽപ്പിക്കാൻ വേണ്ടി പോവാം. അതിനുശേഷം നമ്മൾ പ്രൊഫറ്റിക്കലി ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൈവച്ച്
അല്ലെ ഇത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ മാറിപ്പോൾ കൈവച്ച് യേശു നടക്കാൻ കഴിയാത്തവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറ, ഞാൻ നടക്കാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചെന്ന് പറ. അങ്ങനെ തന്നെ പറ, ഞാൻ ഓടി നടക്കാൻ വേണ്ടി യേശു ക്രൂശിൽ മരിച്ചത്. എൻ്റെ ക്രൂശിൽ യേശു വേദന അനുഭവിച്ചത് ഞാൻ ഓടാൻ വേണ്ടിയാണ്. അയ്യോ ബ്രദർ, എൻ്റെ രോഗത്തിൽ നിന്ന് വല്ല മാറ്റമുണ്ട്, ഞാൻ മാറ്റമുള്ളവനായിത്തീരും. എനിക്ക് ആരോഗ്യം വരുത്തിയിരിക്കുന്നു. സൗഖ്യം എൻ്റെ അവകാശമാണ്. ഉറക്കെ പറ, ആരോഗ്യം എൻ്റെ അവകാശമാണ്. ആരോഗ്യം എൻ്റെ അവകാശമാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. ദിവ്യ ആരോഗ്യം. ഇന്ന് ചില വാക്കൊന്ന് ക്യാൻസൽ ചെയ്ത്, ഞാൻ എവിടെയെങ്കിലും കർത്താവേ, ഞാൻ എൻ്റെ രോഗം മാറിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് എവിടെയെങ്കിലും ഞാൻ ആമേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവായി കിടക്കുക. ഒന്ന് ക്യാൻസൽ ചെയ്യ്. രോഗം മാറിയാലും മാറിയില്ലെങ്കിലല്ല, രോഗം മാറും. മാറിയില്ലെങ്കിൽ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞു പഠിക്കരുത്. രോഗം മാറും, രോഗം മാറും. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ആ ക്യാൻസർ, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ മനക്കോട്ട, ഞാൻ നമ്മുടെ നാളത്തെ വിഷയം അതാ, മനക്കോട്ടയ്ക്കകത്ത് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. എന്താണ് ചില ബ്ലോക്കുകൾ എന്നുള്ളത് നമുക്കൊന്ന് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കി. ഈ മനക്കോട്ടകൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെന്ന് കാണിച്ചു തരാം. അതെങ്ങനെയാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് കാണിച്ചു തരാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞ് ആ രോഗികളുടെ മേൽ രോഗികളെ കൈവച്ച്, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത്, ഒന്ന് നടപ്പിലാക്കി. യേശുവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കുന്നല്ലോ കർത്താവ്. ആത്മമണ്ഡലത്തിൻ്റെ അകത്ത് ഞങ്ങൾ ചലിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യത്തിൻ്റെ ശക്തി, വേദനകൾ വിട്ടുമാറുക. ശരീരത്തിൻ്റെ അകത്ത് രോഗത്തിൻ്റെ മുഴകൾ വിട്ടുമാറുക. ചെറുതും വലുതുമായിട്ടുള്ള മുഴകൾ അപ്രതീക്ഷമായി പോകുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആ ചലിക്കുവാൻ കഴിയാത്ത കൈ കാലുകൾ ചലിക്കുകയാണ്. ഓ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ച ഡെഡ് ബോഡി ഉയർത്തെഴുന്നേറ്റ് വരും. യേശു ജീവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ. ആ തേയ്മാനത്തോട് ടാറ്റ പറ, ആ രോഗത്തോട് ടാറ്റ പറ. വേണ്ട, എനിക്ക് ആരോഗ്യം മതി. രോഗമല്ല എൻ്റെ അവകാശം, ആരോഗ്യമാണ് എൻ്റെ അവകാശം. ആരോഗ്യം എൻ്റെ അവകാശമാണ്. യേശുവിൽ ഞാൻ അവകാശിയാണ്. രോഗത്തിനല്ല, സൗഖ്യത്തിന് ഞാൻ അവകാശിയാണ്. സൗഖ്യത്തിന് ഞാൻ അവകാശിയാണ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുക. ദൈവം നിങ്ങളുടെ ഇന്നർ മനസ്സിൻ്റെ അകത്ത് മുറിവേറ്റ് ആ വ്യക്തികളെ കർത്താവിന്ന് സ്പർശിക്കുക. ഓ ജീസസ്, ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറഞ്ഞ് 2017 3 പേരുമായി കൂടിയിരുന്ന ഒരു സദസ്സിൽ, ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയുടെ വാക്ക് നിങ്ങളെ വളരെ ഇൻസൾട്ടായി നിങ്ങളുടെ മനസ്സിലോട്ട് കയറി. ഈ നീണ്ട വർഷങ്ങളായിട്ട് ഈ 3 വർഷമായിട്ട് 3 പേര് കൂടി സംസാരിച്ച ചില വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് ഭാരമായി കയറി. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും കെടാത്തൊരു തീ പോലെ കിടക്കുക. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ മനസ്സിൻ്റെ അകത്ത് ഭാരത്തെ ക്യാൻസൽ ചെയ്യുന്നപ്പാ. ഓ യേശുവേ, ആ വ്യക്തി ഏറ്റെടുത്തു കേട്ടോ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ആ വ്യക്തിയുടെ മനസ്സിനെ ഫ്രീ ആകുക. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് എനിക്കൊരു സൗഖ്യം അനുഭവിക്കുന്നുണ്ട്. ആ വേദന വിട്ടുമാറി, ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടുമാറി എന്ന് ഒന്ന് ഉറപ്പുള്ള ഒരു പകുതിയല്ല ബ്രദറെ, ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആരും പറയണ്ട. ആ പറഞ്ഞു. ഞാൻ ഈ വചനം കേട്ടോണ്ടിരുന്നപ്പം തന്നെ ബ്രദറെ പറഞ്ഞില്ലായിരുന്നോ, വീട്ടിൽ ഹസ്ബൻഡിന് സുഖമില്ല, ടൈഗർ ഫാം എടുക്കാൻ പറയുന്നു പറഞ്ഞില്ലേ. എപ്പോഴും ഞാൻ വചനം ഇവിടെ കേട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോഴും എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നെഞ്ചുവേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ വേദനയെ ശാസിച്ചു. ആ പറഞ്ഞു കുറച്ച് നേരം എന്റെ നെഞ്ചുവേദന പൂർണ്ണമായിട്ട് മാറിയെന്ന് പറഞ്ഞത്. ഓ യേശുവേ, ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രിയ സഹോദരി പറഞ്ഞ് കേട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വചനം എഴുതി കേട്ടും ആ അധികാരത്തെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നെഞ്ചുവേദനയാണ്. ആ സഹോദരി ടൈഗർ ബാം എടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു, കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഇപ്പം തന്നെ നമ്മൾ കേട്ടല്ലോ, ആ വേദന മാറിയെന്ന് ഹസ്ബൻഡ് വന്ന് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. ഇതേപോലെ നിങ്ങൾ അധികാരത്തെ ഒന്ന് ഉപയോഗിച്ചേ.
നിങ്ങൾ ചാടിക്കേറി എല്ലാ കാര്യങ്ങളും ലോകപരമായി ചെയ്യാൻ നിൽക്കാതെ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തെ ഉപയോഗിച്ച് ഇതേപോലെ പ്രത്യക്ഷമായ അടയാളങ്ങൾ വെളിപ്പെടുന്നവർ എന്നുള്ളത് കർത്താവ് പറഞ്ഞു. ഡെയ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് എൻ്റെ ഉള്ളത്തിലൊരു കാര്യം ഇങ്ങനെ പറയുക, യേശുവിൻ്റെ നാമത്തിൽ ഡെയ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഡെയ്സിയുടെ ചേർന്നൊരു പെൺകുട്ടിയെയും ഞാൻ കർത്താവ് കാണിക്കും എന്നെ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ഈ ഡെയ്സി മുഖാന്തരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ ഡെയ്സിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പെൺകുട്ടിയുണ്ട്, പെൺകുട്ടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണേണ്ടത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഡിക്ലെയർ ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഡെയ്സി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പോവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. ആമേൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി നേരിട്ടെടുത്ത സൂമിൽ പേര് ഡെയ്സി. എന്റെ സഹോദരിയുടെ പേര് ഡെയ്സി. പെൺകുട്ടി ഉള്ളതാണോ ഡെയ്സിക്ക്? അതെ അതെ. എന്നത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ മകളെ ദൈവം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാക്ഷ്യത തുറക്കാൻ വേണ്ടി ദൈവം പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എൻ്റെ യേശുവെ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1978 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1978 എന്നെ കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വാക്ക് കർത്താവിൻ്റെ പറയുകയാണ്, ശൂന്യമായിരിക്കുന്ന പടകിനെ നിറച്ചതുപോലെ ദൈവം ആ കുടുംബത്തിൻ്റെ അകത്തൊരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അതേപോലെ തന്നെ ശൂന്യമായ പടകെന്ന് പറഞ്ഞപ്പോൾ തന്നെ പീറ്റർ എന്ന് പറയുന്നത് പത്രോസ്ലീഹായുടെ പത്രോസ് ആ പേരുമായിട്ടൊരു ബന്ധവും ആ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. ഈ പത്രോസ് എന്ന് പറയുന്ന ഈ പേരുമായിട്ടൊരു ബന്ധം, ആ ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധവും ആ കുടുംബത്തിൻ്റെ അകത്തൊരു വ്യക്തിക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ആ പേരുകാരനുണ്ടായിരുന്ന ഭവനത്തിൻ്റെ അകത്തു നിന്നും ഒരു ശൂന്യമായ പടകിനെ തമ്പുരാൻ ഒരുക്കുന്നു. അതിൻ്റെ അകത്ത് നിറവോടെ ദൈവം നിറയ്ക്കുന്നു എന്ന് പറയുന്നു. ആ കുടുംബം ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് അതിനെ ഊട്ടി ഉറപ്പിച്ചാട്ടെ. യേശുവിൻ്റെ പറയാൻ വേണ്ടിയാണ്. അതെ ബ്രദറെ, എന്റെ പേര് ലീന പീറ്റർ കടങ്ങൂരാണ്, കോട്ടയത്തെ. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് 1978 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ബ്രദറെ. എന്റെ ഹസ്ബൻഡിന്റെ പേര് പീറ്റർ ആണ്. സിസ്റ്ററുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1978. ഹസ്ബൻഡിന്റെ പേര് പീറ്റർ അല്ലേ? ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോട്ടോ. ഇങ്ങനൊരു വാക്ക് സിസ്റ്ററെ പറയുക, ശൂന്യമായ പടകിനെ. എനിക്കത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പീറ്റർ എന്ന് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ എന്ന്. അതേപോലെ തന്നെ തമ്പുരാൻ പറഞ്ഞു പത്രോസിൻ്റെ പടക് നിറച്ചിട്ട് 3 പടക് അപ്പുറത്തുള്ള പടകിലുള്ളവരെയും കൂടെ മാടി വിളിച്ചിട്ട് അതുപോലൊരു നിറവ് തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് അതിനങ്ങ് സ്വീകരിച്ച് ദേശം കാണാൻ വേണ്ടി പോവാ, ദേശം കാണാൻ വേണ്ടി പോവാ എന്നുള്ളത് കർത്താവ് പറയും. ഒരു ത്രേസ്യാമ്മയുടെ ഭവനത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോണേ. ത്രേസ്യാമ്മയുടെ ഭവനത്തിന് വേണ്ടി ആ പേര് കുറിച്ചു വെച്ചോ. ഇപ്പോൾ ആ പേരുകാരുമായിട്ട് വല്ല ബന്ധം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, ഇല്ലെങ്കിൽ ആ പേരൊന്ന് കുറിച്ചു വെച്ചോണേ. ത്രേസ്യാമ്മ എന്ന് പറയുന്ന ത്രേസ്യാമ്മ എന്ന് ആ പേര് നോട്ട് ചെയ്തോണേ. ത്രേസ്യാമ്മ എന്ന് പറയുന്ന ആളുമായിട്ട് ഇപ്പം വല്ലോ കണക്ഷൻ ഉണ്ട്? ഇപ്പം ഇല്ലെങ്കിൽ നോട്ട് ചെയ്താൽ മതി. ഇപ്പൊ കണക്ഷൻ ഇല്ലെങ്കിൽ നോട്ട് ചെയ്തോ. ഈ ഒരു പേര് മറക്കരുത്, എഴുതി വെച്ചോണേ. ഇങ്ങനെ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവം ഒരു സ്ഥലത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ കർത്താവ് പറയാണ്, സ്വന്തമായി ചിലത് തമ്പുരാൻ തരാൻ വേണ്ടി പോവാ. ഏതാ സിസ്റ്ററെ? നമ്മുടെ വീടിന്റെ അടുത്ത ത്രേസ്യാമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ട്, അവരിപ്പോ അമേരിക്കയിലാണേ. കണ്ടോ? ഈ കാര്യം വല്ല ദിവസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ല. ഓ യേശുവേ അങ്ങ് ആഴത്തിൽ സ്പർശിക്കുന്നല്ലോ. അവർക്ക് വേണ്ടി ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോണേ. അവരുടെ ജീവിതത്തിൽ, അവരെത്ര അമേരിക്കയിലാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ മുഖാന്തരം തൊടുവാൻ ദൈവം ഒരു അവസരം തരാൻ വേണ്ടി പോവാം. അത് മുഖാന്തരം ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കും, ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ
ദൈവത്തിന് ഒരു കാര്യം സിസ്റ്റർ ഈ കാര്യങ്ങൾ വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ എന്നോട്? ഇല്ല ബ്രദറെ, ഇന്ന് ഇല്ല. കേൾക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ഞാനിത് പറഞ്ഞു. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വിശ്വാസം വരാൻ വേണ്ടി യേശു പ്രൊഫറ്റിക്കലി നമ്മളെ തൊടും ദൈവമാണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസിന്റെ ദൈവമാണ്. ദൈവരാജ്യത്തിന്റെ ശക്തിയെ ഉപയോഗിക്കും. ബ്രദറെ, ഇന്ന് അജിത സിസ്റ്റർ ഹസ്ബൻഡ് എന്റെ വീട്ടിൽ നിന്ന് വന്നു ബ്രദറെ, ഇന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. കർത്താവിന്റെ വലിയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് അവർ വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന്റെ കാതലായി കർത്താവ് മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, എല്ലാവരും ഇനി നോക്കിക്കേ, ഈ സമയത്ത് രോഗികൾ ചാടിപ്പോകരുത്. ഈ സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പിശാചിൻ്റെ ഒരു ടെൻഡൻസിയാണ് അവൻ നിങ്ങളിലോട്ട്, ഞാൻ പറഞ്ഞില്ലേ, വചനം കേട്ട് കഴിഞ്ഞാൽ വചനത്തെ ഉറപ്പിക്കുന്ന സമയം ചാടാൻ നിൽക്കരുത്. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ടൈം. കർത്താവ് കേൾപ്പിച്ച വചനത്തെ ടാറ്റ പറഞ്ഞ് പോകാൻ വേണ്ടിയില്ല, വചനം കേട്ടവരെ ഉറപ്പിക്കുന്ന ദൈവമായത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗം ഉള്ളവർ ഒന്ന് ചെക്ക് ചെയ്തേ. സൗഖ്യം, പൂർണ്ണ സൗഖ്യം എൻ്റെ ശരീരത്തിൽ ഉണ്ടായി, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന പരിപാടി വേണ്ട. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അകത്ത് പൂർണ്ണ സൗഖ്യമാണ്. യേശു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല അടികൊണ്ടത്, മൂന്നുക്ക് പുറേ മുറിവേറ്റത് പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ചെക്ക് ചെയ്ത് ആ ശരീരത്തിൻ്റെ അകത്ത് വേദനയൊന്ന് നോക്കിക്കേ. കൈയോ കാലോ ഒക്കെ തിരിച്ചോ മറിച്ചോ. ഇന്ന് ലൈവിൽ കാണുന്നവരെ, യൂട്യൂബിൽ കാണുന്നവരെ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക്. നേരിട്ട് വരാൻ പറ്റുന്നവർ, സൂമിൽ പറയാൻ പറ്റുന്നവർ വരിക. മ്യൂട്ട് മാറ്റാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മ്യൂട്ട് മാറ്റി പറയുക. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓ നന്ദി യേശുവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നത്. ഈ മ്യൂട്ട് മാറ്റത് പറയാൻ വേണ്ടിയാണോ? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ സൗഖ്യം നടക്കുന്നവർക്ക് വേണ്ടി മാത്രം ആ സമയത്തിന് വേണ്ടിയാണ് ഇത് മ്യൂട്ട് ഓഫാക്കുന്നത്. ശ്രദ്ധിച്ചോണേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. മീരയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഡോക്യുമെൻറ്റുകളുമായിട്ട് കണക്റ്റ് ചെയ്ത്, അതായത് ചിലർ പേപ്പർ വർക്കുകളാണ് അതുമായിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെല്ലാം ലെഫ്റ്റ് ചെയ്ത്. നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുന്നവരാകാതെ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, അവനെ സന്തോഷിപ്പിക്കുന്നവരാകാതെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരാക്കും നിങ്ങൾ. എപ്പോഴും ഞാൻ വളരെ സീരിയസ് ആണ് ഈ കാര്യത്തിൽ, ഞാൻ വളരെ സീരിയസ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ അനാവശ്യമായിട്ട് സംസാരിക്കുന്നവർ പിശാചിൻ്റെ വഴി കൊടുക്കുന്നവരാണ്. ശ്രദ്ധിച്ചോണേ, വളരെ ശ്രദ്ധിച്ചോണേ. ആലോചന വരുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കും നിങ്ങൾ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടാൽ നിങ്ങളുടെ ചരിത്രം മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ടേൺ ചെയ്യുന്ന ടൈമായത്. പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ലൈഫിനെ ടേൺ ചെയ്യുന്ന ടൈമാണിത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ മീര എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്യുമെൻസുകളുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഒരു വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മീരയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേപ്പർ വർക്കുകളാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതിൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ആ മകളുടെ കയ്യിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു കാഴ്ച എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്നു. ഇതാകുന്നു സമയമെന്ന് പറയുന്നത് പോലെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മീരയുടെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണേ. യേശുവിൻ്റെ അത്ഭുതത്തെ ഇന്ന് കർത്താവ് തുറക്കുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നല്ലോ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു കർത്താവിൻ്റെ ഒരു ഭവനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനം കാണുന്ന റോഡ് സൈഡിൽ നിന്ന് ഈ ചില ഇലകൾ കൊണ്ട് ഇങ്ങനെ മറയപ്പെട്ട രീതിയിലാണ് അതിൻ്റെ ഒരു മുൻവശം ഞാൻ കാണുന്നത്. അത് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇപ്പോഴും ഓടിട്ട ഒരു ഭവനമാണ് ഞാനത് കാണുന്നത്. ഇപ്പോഴും അത് ഓടിട്ടൊരു ഭവനമാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും എന്നൊരു വാക്ക് പറഞ്ഞത്? പലപ്പോഴും ആ ഭവനം ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി പലവട്ടം പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ തവണ അത് മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച 1965 ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് എന്നെ ആ ഭവനത്തിൻ്റെ അകത്ത് കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ ഒരു മനുഷ്യൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു 5 വർഷങ്ങൾ, കറക്റ്റ് 5 വർഷം മുമ്പ് മരണപ്പെട്ട
ഒരു ഭവനമാണ് അതെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മരണപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോയും അവിടെ ഇരിപ്പുണ്ട്. പ്രായമായ ഒരു മനുഷ്യനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവെ നാളുകളായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് മുന്നോട്ട് കയറിപ്പോകാൻ കഴിയാതെ വണ്ണം പല രീതിയിൽ തടസ്സങ്ങളെ കൊണ്ടുവന്നിട്ടതിനെ ഇന്ന് ഞങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലെ കാണുന്നവർ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അതിരുകൾ വിസ്താരമാകാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മ്യൂട്ട് മാറ്റിയവർ പറയാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലാത്ത പക്ഷം നിങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതെന്റെ വീടാ പാസ്റ്റർ, അതെന്റെ വീടാ. ഈ പറഞ്ഞ പോലെ അടയാളമാണ് സിസ്റ്റർ കേട്ടത്. പറഞ്ഞതുപോലെയാ. ആ ഒന്ന് വന്നിട്ട് ഓടിട്ട വീടാ. ഒത്തിരി നാൾ ഇപ്പോഴും നനയണുണ്ട്. അപ്പടി നനയോ മമ്മോ, നനച്ചിലൊന്നും മാറ്റാന്നോർത്ത് എത്ര നനച്ചിൽ മാറ്റിയാലും അത് പിന്നെ എന്തെങ്കിലും ചാടിയും പെറുക്കി എലി ഓടിയോ. ഓടിട്ട വീടാണ്, അപ്പടി നനച്ചിൽ വരും. എന്നും ഒരിക്കലും അതിന്റെ നനച്ചിൽ മാറാൻ പല പ്രാവശ്യവും നനച്ചിൽ മാറ്റി. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം കേട്ടായിരുന്നു. അമ്മായിയപ്പനാ മരിച്ചു പോയത്. എന്റെ ഹസ്ബൻഡാ 1965 ജനിച്ചത്. ഓ സ്വതന്ത്രം. ഈ കാര്യം വല്ല സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെ ആ വിടുതല കുടുംബത്തിന് മേൽ തുറക്കുക കേട്ടോ. പരിശുദ്ധാത്മാവ് ആ പ്രവചനാലോചനയിലൂടെ കർത്താവ് ഇന്ന് പ്രൊഫറ്റിക്കലി അതിനെ തൊടുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് ഇവരിങ്ങനെ പോകേണ്ടവരല്ലപ്പ, ഇവരിങ്ങനെ ജീവിക്കേണ്ടവരല്ലപ്പ. ഇവരുടെ കൂടെയുള്ളവർ പലരും ഉയർന്ന് കയറിപ്പോകുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് വചനം പറയുമ്പോൾ അവരെ കെടുത്തുന്ന, അവരെ യേശുവിൻ്റെ നാമത്തിൽ പുറകോട്ട് വലിക്കുന്ന സകലത്തെ എന്ന് ഞാൻ പ്രയോഗിക്കുന്നപ്പം കർത്താവ് എന്നെ വ്യക്തമായി കാണിച്ചോട്ടെ. ഒരു 5 വർഷം മുമ്പ് മരണപ്പെട്ടൊരു വ്യക്തിയുടെ ഫോട്ടോയും ആ ഭവനത്തിൽ കാണും. ഇതാണ് ദൈവം നമ്മളെ അടയാളത്തിലൂടെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്ട്രേറ്റ് എടുത്തു കേട്ടോ. അതിൻ്റെ ഷേപ്പ് മാറും. ആ വീട് പണി മാത്രമല്ല ഇതിൻ്റെ അർത്ഥം, ഭൗതികമായ വിടുതൽ മാത്രമല്ല, സ്പിരിച്വലി നിങ്ങൾക്ക് ഡെലിവറൻസ് ഉണ്ടാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ യേശുവേ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് വർക്കി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ, ഒരു പ്രായമായ പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ നിലത്തെ കർത്താവ് എൻ്റെ മുമ്പിൽ കാണിക്കുന്ന സമയത്ത് ആ സ്ഥലത്തെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് വേണ്ടി വലിയ വാക്വാദം നടന്നൊരു മണ്ണ്. ഒരു സമയത്ത് വലിയ സംസാരങ്ങൾ, ഇപ്പോഴല്ല കാലങ്ങൾ പുറകോട്ടാണ് ഞാൻ ഈ പറയുന്നത്. വർക്കി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനമായിരുന്നു. അത് മണ്ണായിരുന്നു. അതിങ്ങനെ കൈമാറി വർക്കിയിലേക്ക് വന്നു. വർക്കിയുടെ തലമുറയിലേക്കും അത് വന്ന സമയത്ത് ഇപ്പോഴും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനൊരു കാഴ്ച, എൻ്റെ ഒരു ആത്മീയമായൊരു കാഴ്ച പറയും. എന്ത് നട്ടാലും നനച്ചാലും വളരാത്ത രീതിയിൽ അതിൻ്റെ മുഴുവൻ കറങ്ങി അതെവിടേക്ക് ചേർണമോ എന്ന് ആഗ്രഹിച്ച് വാദിക്കുന്നതിനെ ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നു. ആ വർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയും. നീണ്ട കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റിൻ്റെ വാർത്ത കേട്ട് നിങ്ങൾ 6 മാസം മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു ആക്സിഡൻറ്റിൻ്റെ വാർത്ത കേട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അയ്യോ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, പിന്നെ എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചെന്നൊരു വാർത്ത കേട്ട് ഭയപ്പെട്ട പെട്ടെന്നൊരു സങ്കടം വന്നൊരു ഭവനമാണ്. ഒരു അടയാള കർത്താവാണ്. ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു അടയാളം കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ആ ഭവനം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ആ ഭവനത്തിൻ്റെ അകത്തിരിക്കും അന്താളിപ്പുകളാണ്. അന്താളിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എപ്പോഴും ഇങ്ങനെ ഭയപ്പാടിൻ്റെ വാർത്തകൾ കേൾക്കും. നീണ്ട 6 മാസം മുമ്പ് നിങ്ങൾ കേട്ടു. അത് മാത്രമല്ല ആ ഭവനത്തിൻ്റെ അകത്ത് കുറേ നാളുകളായിട്ട് ഈ ഞെട്ടൽ തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ക്യാൻസൽ ചെയ്യുന്നപ്പോൾ ഇന്ന് ആ ഭവനം എന്നെ കേൾക്കുന്നത് സൂമിലോ ലൈവിലോ ആണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വർക്കി എന്ന് പറയുന്ന പിതാവായിരുന്ന ഭവനത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിക്കുക. കർത്താവ് ആ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. ആ ഭവനം ബ്രദറെ, ആ ഭവനം ഞങ്ങൾ ആ വർക്കി എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ ബ്രദറെ.
അത് ഒത്തിരി വാക്കുതർക്കത്തിൽ കിടന്ന ഭവനമായിരുന്നു ബ്രദറെ. ഞാൻ ആ ഭവനം മേടിച്ച ബ്രദറെ. എന്റെ സിസ്റ്ററാണ് മേടിച്ചത്. കുഞ്ഞമ്മയുടെ മോനാണ് ഇങ്ങനെ ആക്സിഡന്റില് മരണപ്പെട്ട് ഇപ്പൊ 6 മാസമായി. ഓ അപ്പൊ അങ്ങനെ ഒരു സ്തോത്രം. സംഭവം ഞങ്ങൾ കേൾക്കാനിടയായി ബ്രദറെ. സിസ്റ്റർ, ഈ കാര്യം വല്ലതും ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ല, ഇന്ന് ഒരു ആ വഴിയില്ല മണ്ണിൻ്റെ മേൽ ബ്രദറെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർക്ക് ആ നന്മ അനുഭവിക്കാൻ കഴിയാതെ അതിൻ്റെ മേൽ കർത്താവെ കുരുക്കുകളെ, ആ മണ്ണിൻ്റെ മേലുള്ള കുരുക്കിന് യേശുവിൻ്റെ എന്ത് നാമത്തിൽ നട്ടാലും ഒന്നും ഉണ്ടാവത്തില്ല ബ്രദറെ. നല്ല ഇത് ഫലം അടിക്കുക. കായ്ക്കുന്ന പോലെ വരും. അത് അന്നേരം ഉണങ്ങി പോകും ബ്രദറെ. എങ്ങനെ ഉണങ്ങുമെന്ന് അറിയത്തില്ല ബ്രദറെ. ഇത് ഒന്നും ആമേൻ നട്ടാലൊന്നും പറഞ്ഞ സിസ്റ്ററെ ഉണ്ടാവത്തില്ല. സ്വീകരിച്ചോ. ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ആമേൻ, കർത്താവ് ചെയ്യുക കേട്ടോ. യേശുവിൻ്റെ ആമേൻ, നാമത്തിൽ ആമേൻ. നന്മ അനുഭവിക്കുക. ഈ വർക്കി എന്ന് പറയുന്ന പേരിലായിരുന്നു, ഇയാളുടെ പേരിലായിരുന്നു സ്ഥലം കടന്നത്. ആ വസ്തു കിടന്ന ബ്രദറെ. ഒത്തിരി പരിശുദ്ധാത്മാവ് കൂലമാലയൊക്കെ എത്രത്തോളം, ഉൾപ്പെടെ ഞാൻ കിടന്ന ചിന്തിക്കുക, ബ്രദറെ. പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മളെ ആക്യുറേറ്റായി പ്രവർത്തിക്കുന്നു. ആമേൻ, പരിശുദ്ധാത്മാവ് ആമേൻ, ആമേൻ, എത്രത്തോളം നമ്മളോട് ഇടപെടുന്നു. യേശുവേ, ഇന്ന് തമ്പുരാൻ ആ ആമേൻ, വിഷയത്തിൻ്റെ ആമേൻ, മേൽ ഇറങ്ങി വരിക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ആമേൻ, ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, കർത്താവെ, ആമേൻ. എല്ലാം അറിയുന്ന ദൈവമേ, അങ്ങ് പ്രിയമക്കൾ നൊമ്പരപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ ഡെലിവറൻസിനെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ മേൽ സൗഖ്യം അനുഭവിക്കുന്നവർ വെറുതെ ഇരിക്കലൊന്ന് ചെക്ക് ചെയ്തേ. ഇന്ന് ചെക്ക് ചെയ്തിട്ട് ബ്രദർ എനിക്ക് അവിടെ ഒരു സൗഖ്യം നടന്നു എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു പൂർണ്ണ വിടുതൽ ഇവിടെ ഉണ്ടായെന്ന് ഒന്ന് കൺഫർമേഷൻ ഉള്ളവർ, പൂർണ്ണ സൗഖ്യം. നിങ്ങൾ വിളിച്ചിട്ട് ബ്രദറെ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയല്ലേ. ഇപ്പോൾ ആശ്വാസമല്ല നമുക്ക് വേണ്ടത്, സൗഖ്യമാണ്. സൗഖ്യമായെന്ന് ഉറപ്പുള്ളൊരു ചെക്ക്. ഞാനിത് ചോദിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഡ്യൂട്ടി ഇതാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ. നിങ്ങളോടിത് നിരന്തരം പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ മ്യൂട്ട് മാറ്റിയത്. ഇല്ല എങ്കിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്ന യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സിസ്റ്ററെ മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. കർത്താവിൻ്റെ അടിപ്പിണരാൽ, ഇന്ന് നിങ്ങളെ ശ്രദ്ധ മാറിപ്പോണ്ട്. യേശുവിനെ അത് കൈവച്ച്, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവെൻ്റെ ആരോഗ്യം വന്നിരിക്കുന്നു. ഒന്ന് ധൈര്യത്തോടെ പറ. പലരും പറയും പ്രായമാകുമ്പോൾ ആരോഗ്യം പോകും, ശരീരം അങ്ങനെയാവും ഇങ്ങനെയാവും. ബൈബിൾ അങ്ങനെ പറയത്തില്ല. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. മോശ 80-ാം വയസ്സിലും ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ ദൈവത്തിന് നടത്താൻ പറ്റിയെങ്കിൽ കൃപയുടെ കാലഘട്ടത്തിൽ എത്ര അധികാരവും ശക്തിയും മോശയ്ക്ക് ലഭിച്ചില്ല. ഒരു അംശമേ ലഭിച്ചുള്ളൂ. ഇത് മുഴുവനും സ്വർഗത്തിലെയും ഭൂമിയിലെയും താക്കോല് ലഭിച്ച നിങ്ങൾക്ക് എത്ര അധികം കിട്ടും. ഓ യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ഒന്ന് കൈവച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു. ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമേ. കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഓ ക്രൂശിൽ യേശു ക്രിസ്തു വില കൊടുത്തത് ചുമ്മാതല്ല കേട്ടോ. ഓ ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ ഉള്ളത്തിൽ മറ്റൊരു ഭവനത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, സൗഖ്യം അനുഭവിക്കുന്നവർ, ഈ കൂട്ടത്തിൽ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറയാൻ സ്വാതന്ത്ര്യമുള്ളവർ, വീടിൻ്റെ അകത്തിപ്പോൾ ഉള്ളവരും അത് പറയണം. നിങ്ങളുടെ സാക്ഷ്യം വളരെ വിലപ്പെട്ടതാണ്. ആമേൻ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നൊരു വാക്ക് പറയുന്ന ഇങ്ങനൊരു വാക്ക് എൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, സരോജം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത്, സരോജം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത് ഒരു ഉടമ്പടി പോലെ, അതായത് ഒരു മുദ്രപത്രം പോലൊരു സംഭവം കർത്താവ് എന്നെ കാണിക്കുക. ഈ സരോജോ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മുദ്രപത്രം, ആ മുദ്രപത്രവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ ഒരു വിഷയം അതിങ്ങനെ രണ്ടായിട്ടിങ്ങനെ കീറി മാറിപ്പോകുന്ന ഒരു കാഴ്ച ആത്മീയമായ കർത്താവ് എന്നെ കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൈവെക്കരുതേ. ഇപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പിന്മാറിക്കോണം. ദൈവഹിതമല്ലാത്ത ചിലതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ നോക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് ക്യാൻസൽ ചെയ്യുന്നപ്പോൾ ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു. തകർന്നു പോകുവാനല്ല, ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചോണേ. കർത്താവ് അതിൻ്റെ മേൽ സാക്ഷ്യമാക്കുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. പറയാൻ വേണ്ടിയാണ് ഇസ്രേ മ്യൂട്ട് മാറ്റിയത്. അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ എബി എന്ന് പറയുന്ന ഒരു തലമുറ, എബി
എബി എന്നാണ് അവനെ വിളിക്കുന്നതെങ്കിലും അവൻ്റെ ശരിക്കുമുള്ള പേര് എബിൻ എന്നാണ്. അവൻ എബി എന്നും വിളിക്കും. എബിൻ എന്നാണ് അവൻ്റെ പേര്. എബിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുക. അവൻ്റെ ഭാവിയിൽ വലിയൊരു മാറ്റം കർത്താവ് ചെയ്യാൻ വേണ്ടി പോയി. എബിൻ എന്നാണ് അവൻ്റെ പേര്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഞാൻ എബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ മകൻ്റെ മേൽ തുറക്കുന്നല്ലോ. നന്ദി കർത്താവേ, അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നല്ലോ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് കർത്താവ് ഞങ്ങളുടെ വചനം പറയുന്നുവെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ മാനിഫെസ്റ്റ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. പാസ്റ്റർ സ്തോത്രം. നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു ആന്റിയുടെ മോനാണ് എബിൻ. ഇപ്പൊ കാനഡയിലായിരുന്നു, ഇപ്പൊ അവര് വന്നിട്ടുണ്ട് ഇവിടെ നാട്ടില്. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ ആക്രമിക്കാൻ നോക്കുന്ന, അനർത്ഥത്തെ കയറ്റാൻ നോക്കുന്ന സകല ദുഷ്ടപിശാചിൻ്റെ പ്രവർത്തികളും ഇന്ന് മാറിപ്പോകുന്നു. നന്ദി കർത്താവേ, നന്മയായി നിറയ്ക്കുന്നല്ലോ, നന്മയായി നിറയ്ക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ സമയം ഇച്ചിരി മുന്നോട്ട് പോയി. ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ നിർത്തുന്നു. ഞാൻ ഒരു നിമിഷം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ വീണ്ടും പറയുന്നത്, വൈകിട്ട് നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വേലയിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷം അനേകിടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുവാൻ നമുക്ക് ലഭിക്കുന്നൊരു അവസരമാണ് വിത. കർത്താവ് ഞാൻ അവരുടെ ബിസിനസ്സിനെ, ജോലിയെ അനുഗ്രഹിക്കുന്നപ്പോൾ വായ്പ മേടിക്കത്തില്ലെന്ന് വചനം പറയുന്നു. ആമേൻ. വാരി വിതറി കൊടുക്കുമെന്ന് വചനം പറയുന്നു. ആമേൻ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ആമേൻ. എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ യേശുവെ ഒരു സ്ഥലത്ത് പോലും നന്മയിൽ കുറവില്ലാത്തവരായി വർദ്ധിക്കട്ടെ, വർദ്ധിച്ചു പെരുകട്ടെ, വാരി വിതറി കൊടുക്കുന്നവരായി സ്വർഗ്ഗം അവരെ മാറ്റുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കും വാരി വിതറുള്ള നന്മയ്ക്കും നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള സമയമാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്ന സമയമല്ല. പ്രയർ റിക്വസ്റ്റുകൾ ഈ കാണുന്ന 4 നമ്പറിലേക്ക്, താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ ഇവിടെ അയക്കാം. നിങ്ങൾക്ക് നമ്മുടെ പ്രയറിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാൻ പറഞ്ഞില്ല, യു കെ നടക്കുന്ന പ്രാർത്ഥന ഡീറ്റെയിൽസ് എൻ്റെ അകത്തുണ്ട്. ഏതെങ്കിലും നമ്പറിലേക്ക് അതിനെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാമെന്നാണ്. നിങ്ങൾക്ക് അവിടെ യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് അവിടെ എന്താ പറയുക, നിങ്ങൾ കഴിവതും ജോലിയൊക്കെ ഉള്ളവർ, നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് യു കെ രാജ്യത്തുള്ളവർ ജോലി എന്ന് പറഞ്ഞ് മുറുക്കെ പിടിക്കാതെ നിങ്ങൾക്ക് വിശാലത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്പിരിച്വൽ മിറക്കിൾ മണിയുടെ ലെവലിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്പിരിച്വൽ ഫിനാൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനത്തെ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ അവരുടെ ഡെലിവറൻസിലേക്ക് കൊണ്ടുപോകും. വലിയൊരു ഇമ്പാർട്ടേഷനിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങൾ പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് നടത്താൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒരു പറയുമ്പോൾ ഞാൻ മറ്റുള്ള മ്യൂട്ട് ചെയ്യും. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. 2 ദിവസമായി വിളിച്ചപ്പോഴത്തേക്ക് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് അവള് താഴെ ഒരു വീട്ടിലോട്ട് പോകാൻ നേരത്ത് അവളുടെ ഒരു കാല് ഒരു കുഴിയിൽ അകപ്പെട്ട് അങ്ങനെ കാല് ഫുള്ള് നീര്, സഹിക്കാൻ വയ്യ, വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, കാല് ഫുള്ള് നീരായെന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഞാൻ അവളെ പ്രാർത്ഥിച്ച് എനിക്ക് കാണാൻ പറ്റത്ത് ദൂരെയാണ് അവളുടെ വീട്. എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു, വെള്ളവും പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് വൈകുന്നേരം ആയിരുന്നു. അപ്പോഴെന്നെ പിറ്റേന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, സ്മിത ഞാൻ ആശുപത്രി പോകാനായിട്ടിരുന്നായിരുന്നു, പക്ഷെ രാവിലെ നോക്കിയപ്പോ എന്റെ കാല് നീരോ ഒന്നുമില്ല, പൂർണ്ണ സൗഖ്യം എനിക്ക് ദൈവം തന്നു. വേദനയില്ലെന്നാ സൗകര്യ പറഞ്ഞു. ഓ നന്ദി യേശു. പ്രിയ സൗകര്യ പറഞ്ഞു കേട്ടില്ലേ? ഇന്ന് കാല് വീഴ്ച നിമിത്തം നീരുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ട തീരുമാനിച്ചു. രോഗസൗഖ്യത്തിനായി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തയ്യാറായ വ്യക്തിക്ക് വേദനയില്ല, നീരുമില്ല, ഒന്നുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ല രോഗികളെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. ആമേൻ. God bless you. ഹലോ ബ്രദർ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ബ്രദർ. ഇന്നലെ രാത്രി ദൈവം ചെയ്ത വലിയൊരു അത്ഭുതത്തെ പറ്റി സംസാരിക്കാനായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു 2-3 ആഴ്ചയുടെ ഹസ്ബൻഡ് വയ്യാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, HB ഒക്കെ കുറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് വന്നു. പിന്നെ വയറ്റില് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മുഴയുണ്ടെന്നൊക്കെ പറഞ്ഞു, റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ സർജറി വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന്
പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അത് മാറ്റിയിരിക്കുന്നു. എന്റെ റിസൾട്ട് അടുത്ത ആഴ്ച കിട്ടത്തുള്ളൂ. ഇന്നലെ രാത്രി സംഭവിച്ചത്, രാത്രിയില് ഹസ്ബൻഡിന് പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് പുള്ളിക്ക്, ഞാൻ കിടക്കുമായിരുന്നു, അപ്പോ കൂടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പൊ എന്റെ ബ്രദറിനെ വിളിക്കാനായിട്ട് ഒരുങ്ങി. അപ്പൊ ഞാന് ഇങ്ങനെ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ദൈവം ഒത്തിരി മാറ്റങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ വളരെ വേദനയാണ്. എനിക്ക് എണീറ്റ് നടക്കണം. ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്ക് വന്ന് സാക്ഷ്യം പറയണം, അത് എന്റെ ഒരു പ്രാർത്ഥന. അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കൈ എടുത്ത് ആ നെഞ്ചിന്റെ ഭാഗത്ത് വെക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് അടുത്ത് വെച്ചു. ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ ഇപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് നോർമൽ ആയിരിക്കും, ഇനി അതുണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വചനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് കുറച്ചു നേരം നടന്നു. പിന്നെ ഞാൻ കാണുന്നത് ഹസ്ബൻഡ് ഹോസ്പിറ്റലൊന്നും പോയില്ല, സുഖമായിട്ട് ഉറങ്ങി. ഇന്ന് രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് ദൈവം സഹായിച്ചു. അത്ര വലിയൊരു അത്ഭുതം ദൈവം ചെയ്ത ദൈവത്തിന് ഒത്തിരി നന്ദി. യേശു പ്രിയസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ വേദനയ്ക്കകത്ത് ഒന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു. ഹസ്ബൻഡ് പറഞ്ഞ വേദനയായിട്ടിരുന്ന മനുഷ്യനായിരുന്നു. പിറ്റേ ദിവസം സമാധാനമായി ജോലിക്ക് പോയി പറഞ്ഞ ഓടി നടന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷിയാവെന്ന് പറഞ്ഞോണം. കർത്താവ് വില ക്രൂശിൽ കൊടുത്തതാണ് അത്ഭുതം. എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. ഞാനൊരു പ്രാവശ്യം പറഞ്ഞു, ധൈര്യമായിട്ട് ഹലോ പറഞ്ഞു. എന്റെ കൊച്ചുമോന് ഭയങ്കര പനിയായിരുന്നു. 2 ദിവസം കൊണ്ട് സ്കൂളിലൊന്നും വിടാതിരിക്കുമായിരുന്നു. 4 വയസ്സേ ആയിട്ടുള്ള ആള് 3 വയസ്സിലാ കാര്യം പറയാൻ തുടങ്ങി. അപ്പം 2-3 ഭാഷയൊക്കെ സംസാരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ പനിയായിരുന്നു. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്ക് പനിക്ക് മരുന്ന് കൊടുത്ത് ചെറിയതായിട്ട് കുറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയായപ്പോൾ തൊട്ട് ചെവി വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ചെവി കൈ വെച്ച് കരച്ചിലും കിടപ്പും. പിന്നെ മോളാണെങ്കിൽ 8 മാസം ഗർഭിണിയാണ്. മോൻ ജോലിക്ക് പോയി, ആകെ അങ്ങ് വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ കൈ തലയിൽ ഇങ്ങനെ ചെവിയിൽ കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഇച്ചിരി പഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നാളെ സാക്ഷ്യം പറയണം, എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടവരട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നല്ലപോലെ ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവന് വേദനയില്ല, ഒന്നുമില്ല. വൈകിട്ട് ആശുപത്രി കൊണ്ടുപോകാനിരുന്നതാ, ഒന്നും കൊണ്ടുപോയില്ല, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നന്ദി അവൻ യേശു, ഉറങ്ങി. നന്ദി കർത്താവേ. വലിയൊരു സാക്ഷിയാണ് സഹോദരി. നിങ്ങളിതുകൊണ്ട് നിങ്ങൾ അധികാരത്തെ ഉപയോഗിക്കുക. കണ്ടോ, ആ സഹോദരി സാധാരണ നമുക്ക് ഓടിപ്പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പക്ഷേ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു, കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുമെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് സുഖമായി ഉറങ്ങി. നേരം വെളുത്തപ്പോൾ അവന് വേദനയില്ല, ഒന്നുമില്ല, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പറഞ്ഞു ബ്രദറെ, ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. ശനിയാഴ്ച ഞാൻ എൻ്റെ മകനുമായി വണ്ടിക്ക് പോകുമ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് റോട്ടിലേക്ക് വീണു. പക്ഷേ ഒരു പോറല് പോലും ഏൽക്കാതെ കർത്താവിനെ രക്ഷിച്ചു. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പറഞ്ഞുള്ളത് തന്നെ വിലാപമായി തീരേണ്ട അവസ്ഥയിൽ, ദുഃഖമായി തീരേണ്ട അവസ്ഥയിൽ ദൈവം സൂക്ഷിച്ചു. കർത്താവ് കൊടുത്ത സാക്ഷ്യങ്ങൾക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. ഹലോ, സ്തോത്രം ബ്രദറെ. പറഞ്ഞു. ഞാന് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് എന്തെങ്കിലും ഭയമോ പേടിയോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം സാധ്യമായിരിക്കുന്നു. നമുക്ക് ഭയമുള്ളത് ആ വിഷയം പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയാന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം വചനത്തില്. പിന്നെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണെങ്കില് ഞങ്ങളുടെ ചർച്ചില് മീറ്റിംഗ് ഉണ്ടായിരുന്നു, യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ യൂത്ത് മീറ്റിംഗില് ഫസ്റ്റ് കിട്ടുന്നവരെയാണ് തൃശ്ശൂർക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഈ മൈക്കൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നേ. പേടി മാത്രമല്ല, ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തരണം ചെയ്യാനൊക്കെ പേടിയായിരുന്നു. ഒന്നും അറിയൊന്നുമില്ലായിരുന്നു. ക്വിസ് മത്സരത്തിനാണെങ്കിലും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതെല്ലാം എനിക്ക് കിട്ടിയപ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവെ, പിന്നെ എന്നെ ശക്തനാക്കുന്ന എന്റെ യേശു മുഖാന്തരം എനിക്ക് പാടുവാൻ ദൈവം കൃപ തന്നതിനായി നന്ദി, പ്രസംഗിക്കുവാൻ കൃപ തന്നതിനായി നന്ദി എന്നും പറഞ്ഞ് ഞാന് അങ്ങനെ പറഞ്ഞ് മൈക്കും പിടിച്ചു. എനിക്ക് വിറയലും പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ വേർക്കും. ഈ മൈക്കൊക്കെ പിടിച്ചു കഴിയുമ്പോ ഇങ്ങനെ മൈക്ക് വരെ വിറയ്ക്കും. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞ് അവിടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോ
എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. നല്ലപോലെ പാടാനും സഹായിച്ചു. എനിക്ക് ഫസ്റ്റും ഓ കിട്ടി. നന്ദി ഇപ്പോ കർത്താവേ. അടുത്ത മാസം തൃശ്ശൂർക്ക് പോവാൻ ദൈവം ഇത് അവസരത്തെ ഇത് ഒരുക്കി. വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇഷ്ടം പറഞ്ഞാൽ ഭയമുള്ള വ്യക്തിയായിരുന്നു, കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയായിരുന്നു, പലപ്പോഴും വിറയ്ക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് നന്ദി പറഞ്ഞു. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നടക്കുമെന്ന് വിശ്വസിച്ച് പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരുന്നു. ആ വിറയിലുമില്ല, ഒന്നുമില്ല. ഇത് പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുവാൻ ഇവിടെയായി തീർന്നു. കണ്ടോ? അപ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കയറിക്കൂടിയ സകലത്തെയും യേശുവിൻ്റെ വചനത്താൽ ജയിച്ചിരിക്കും. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാക്കിയല്ലോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു ഇന്നലെ രാവിലെ എൻ്റെ മോളും മരുമോനുമായിട്ട് ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു. എൻ്റെ മരുമോൻ ഗൾഫിലാണ്. അവന്റെ കയ്യിൽ കിടന്ന മോതിരമൊക്കെ അഴിച്ചു മാറ്റി വെച്ചിട്ട് ഇനി മേലാൽ എന്നെ വിളിച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും വഴക്ക് പറയുകയൊക്കെ ചെയ്ത് അതിന്റെ പേരിൽ എൻ്റെ മോള് ശരിക്കും ഇവിടെ കിടന്ന് വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മക്കള് ഭഗവാനെ വിളിക്കും, മക്കളെ ക്രിസ്തുരാജനെ വിളിക്കുക, അപ്പ എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ മോള് പറഞ്ഞു, അമ്മ നമുക്ക് തിരുവനന്തപുരത്തുള്ള വെട്ടുകാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം അമ്മ എന്ന് പറഞ്ഞു. ഞാനും മോളും കൂടെ പോയി. ഇവിടെ നിന്ന് അങ്ങ് എത്തുന്നത് വരെയും ഞാനും എല്ലാ പ്രാർത്ഥനകളും മോക്ക് പറഞ്ഞു കൊടുക്കുകയും വളരെ സന്തോഷവുമുണ്ട്. എൻ്റെ അപ്പനെ ഞാൻ ഇനി എല്ലാ ദിവസവും അപ്പൻ്റെ എല്ലാ വചനങ്ങളും ഞാൻ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹലോ. ഇന്ന് അവിടെ പോയത് കൊണ്ടല്ല, ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അത്ഭുതം നടന്നത്. എപ്പോഴും ഓർത്തോണം, ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയില്ല. സഹോദരങ്ങളോട് വചനത്തിൽ വിശ്വസിച്ചു. ആ വചനം ആ കുടുംബത്തിലെ കലഹത്തിൻ്റെ ദുരാത്മാക്കളെ ഇറക്കി വിട്ടു, സാക്ഷ്യമാക്കി മാറ്റിയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇന്നലെ എനിക്ക് ഒരു തൊട്ടളവുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ദൈവത്തിന്റെ അടുപ്പില്ലാതെ എനിക്ക് സൗഖ്യം തന്നു തരുന്നു. നാളെ നേരം വെളുക്കുമ്പോ ഈ വേദന ഞാൻ കാണത്തില്ല, ഞാൻ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. അതുപോലെ അത് മാറ്റി നന്ദി കർത്താവെ, അങ്ങ് ആ വേദന എടുത്ത് മാറ്റി കൃപയ്ക്ക് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷിയാകുമെന്ന് വിശ്വസിച്ചു. ദൈവം എന്ന് അവിടെ അത്ഭുതത്തെ പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പറഞ്ഞു. കേൾക്കാം ബ്രദറെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാൻ ഒരു മാസം കൊണ്ട് മീറ്റിങ്ങിലെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആത്മീയമായിട്ട് വളർന്നു വരുന്നുണ്ടെങ്കിലും ബ്രദർ പറയുന്ന പോലുള്ള വളർച്ച എനിക്ക് അങ്ങോട്ട് കിട്ടാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കാരണം മൈൻഡിൽ 3 ആൺകുഞ്ഞുങ്ങളാണ്. അവർ 3 പേരുടെയും ലൈഫിന്റെ കാര്യം ഇളയ മോന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. ഇപ്പൊ അവൻ എറണാകുളത്തൊരിടത്ത് ചെറിയ ജോലി കയറിയിട്ടുണ്ട്. അവൻ എഞ്ചിനീയർ ആണ്. പക്ഷെ അവന്റെ ഒത്തിരി ഡിപ്രഷനിലാണ് കുഞ്ഞു പോയി. ഇപ്പം 33 വയസ്സായി. അവന് ഒരു നല്ല സ്ഥാനത്ത് അവൻ്റെ ഒരു ദൈവകൃപയിൽ നിൽക്കണം. മൂത്ത മോന് മക്കളില്ല. ഇങ്ങനെ ഒത്തിരി ഭാരങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. സിസ്റ്ററെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മാസമല്ലേ ആയുള്ളൂ. വചനം തുടർമാനമായിട്ട് കേൾക്കുക. വചനത്തിലൂടെ ഇന്ന് പറഞ്ഞ സകല വിഷയങ്ങളും നാളെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. യേശുവിനെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എൻ്റെ മകന് ചെകിടിന് വേദനയായിരുന്നു. അപ്പോ വന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉറങ്ങാറായി, അപ്പൊ നേരം വെളുക്കുമ്പോഴേക്ക് സൗഖ്യമാവും. അപ്പൊ നേരം വെളുത്തപ്പോ പൂർണ്ണ സൗഖ്യമായി ബ്രദർ. അതുപോലെ തന്നെ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. പല്ലുവേദന. അപ്പൊ ബ്രദർ കൈവയ്ക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ കിടന്നു. പക്ഷെ 3 മണിയായപ്പോ വീണ്ടും എന്നെ ആരോ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോ വീണ്ടും ഈ പല്ലുവേദന. അപ്പൊ ഞാൻ എന്താണാവോന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കൈവച്ച് യേശുവിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞോളൂ, പിന്നെ കിടന്നു. പക്ഷെ നേരം വെളുത്തപ്പോ പല്ലുവേദന പോയി. ഇന്ന് വരെ പിന്നെ പല്ലുവേദന വന്നിട്ടില്ല.
അതുപോലെ നന്ദി തന്നെ എന്റെ കർത്താവേ. മകന് മാത്സിന്റെ പേപ്പറൊക്കെ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഒരു പേപ്പർ കിട്ടിയത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഒനിഖിൽ ബ്രദറിന് എന്തെങ്കിലും സാക്ഷ്യം പറയാൻ പ്രേരില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പേപ്പർ കിട്ടിയപ്പോ അവൻ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ ആഴ്ചയിൽ രണ്ടാമത്തെ മാത്സ് പേപ്പർ വന്നു. ഈ രണ്ടെണ്ണുള്ളൂ, അത് രണ്ടും പാസ്സായി. അപ്പൊ അതൊരു സാക്ഷിയായിട്ട് ബ്രദറിനോട് പറയുന്നു. പിന്നെ ഇപ്പോ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ 8 മാസമായി ഞാൻ കൈകാല് അരയ്ക്കുന്ന കീഴ്പോട്ട് തളർന്ന് കിടക്കുകയാണ്. അതുമ്പോ ഫൈറ്റിങ് ഞാൻ 8 മാസമായിട്ട് വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഏകദേശം ഒരു 8 മാസമായിട്ട് അത് പൂർണ്ണമായിട്ട് സൗഖ്യമാകുമ്പോഴേ ഞാൻ അതിന്റെ സാക്ഷ്യം പറയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിങ്ങില്ല. തീർച്ചയായിട്ടും അടുത്തു പോകാതെ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കാന്നാണ്. ധൈര്യമായിട്ടിരുന്നു. ആ കൈകാലുകൾ ചലിച്ച് യേശുവിന്റെ സാക്ഷിയായിട്ട് തമ്പുരാൻ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ഓക്കെ, താങ്ക് യു. ബ്രദർ സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. എൻ്റെ പേര് ബെൻസ് എന്നാണ് ബ്രദറെ. ഞാൻ കഴിഞ്ഞ മാസം ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ്. എനിക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. അത് കിട്ടിയില്ല. അതിനുവേണ്ടി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. വൈഫിന് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം വൈഫ് ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ എന്നെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പം ജോലിക്ക് നോക്കി വിസയൊക്കെ എടുത്ത് 3 മാസമായി വന്നതിന് ശേഷം ജോലിയൊന്നും കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഉടനെ ആദ്യത്തെ തന്നെ ഇൻ്റർവ്യൂ വിളിച്ചു. അത് കിട്ടി ജോലിക്ക് കയറുകയും ചെയ്തു ഈ 1-ാം തീയതി തൊട്ട് ബ്രദറെ. നന്ദി കർത്താവിന്. തീരുമാനം എടുത്തപ്പോൾ തന്നെ കർത്താവിനെ ഉയർത്താം, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ ദൈവനാമത്തെ ഉയർത്താമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തോടുള്ള വാതിൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവാണെങ്കിൽ വേഗത്തിൽ സാക്ഷിയുള്ളവർ പറയണേ. സമയം ഇച്ചിരി മുന്നോട്ട് നമുക്ക് പോയേ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ബ്രദറെ എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. എന്റെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കൈവേദന മാറി, അത് പറയാനുണ്ട്. കൈയുടെ തോളില് ഭയങ്കര വേദനയായിരുന്നു, അത് മാറി. അത് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു, നല്ല വേദനയായിരുന്നു. ഇപ്പൊ മാറി. അതെ. യേശുവിന്റെ നാമത്തിൽ ഗോഡ് ബ്ലെസ് യു. പാസ്റ്ററെ, ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാനൊരു ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ ഒന്നും പറ്റിയില്ല. കൂത്താട്ടുകുളത്ത് നട റോട്ടിൽ വെച്ച്, കൂത്താട്ടുകുളം ടൗണിൽ വെച്ച് തന്നെയാണ്. സ്കൂട്ടറിലായിരുന്നു ഞാൻ. മോൾ ഓടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വൺ സൈഡ് ആയിരുന്നു, ഇങ്ങനെ ചെരിഞ്ഞതാ. ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും പറ്റാതെ ദൈവം കാത്തു. ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ നന്ദി കർത്താവെ. അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. അപ്പൊ അത്ഭുതങ്ങൾക്ക് നന്ദി കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. എന്തോ വയറുവേദനയായിരുന്നു ബ്രദറെ. എന്റെ മോൾക്ക് ഇന്നലെ വയറുവേദനയായിരുന്നു. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചത് സൗഖ്യമായി ബ്രദറെ. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. അപ്പൊ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ബ്രദർ, ഒരു ആലോചന പറഞ്ഞില്ലായിരുന്നു എബിനെന്ന്. അത് എന്റെ കൂടെ ജോലി ചെയ്തൊരു പയ്യനാണ്. അതിനെ എബിന്നും വിളിക്കും. എബിൻ എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. അത് മരങ്ങാട്ടുപള്ളിയിലുള്ള പയ്യനാണ്. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് സാക്ഷിയാക്കാൻ വേണ്ടി പോട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. നന്ദി യേശുപ്പ. നന്ദി അപ്പ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ഉണ്ടല്ലോ. 1 കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നമുക്ക് പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന 27 നടക്കാൻ പോകുന്ന പ്രാർത്ഥനയെ ഓർത്തും കൂടെ നിങ്ങൾ ആ രാജ്യത്ത് അനേകർ തകർന്നവർ അവരെ തൊടുവാനും ആത്മാക്കളുടെ മേൽ വലിയ ദൈവപ്രവർത്തികൾ വരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും വെറും കൈയോടെ അവരെ മടക്കി ദൈവം അയക്കത്തില്ല. ദൈവം അവരെ സാക്ഷിയാക്കും. ഗോഡ് ബ്ലെസ് യു. വിശ്വാസ പ്രഖ്യാപനങ്ങൾ